കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ള വിഷയത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും താല്പര്യം ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. 2018 കഴിഞ്ഞ ശേഷം നമ്മളൊന്നും പഠിച്ചില്ല എന്നും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അത് പ്രശ്നമില്ല, എന്തായാലും സംസാരിക്കേണ്ടത് സംസാരിച്ചിട്ട് തന്നെ പോകാം നമുക്ക്. ഞാൻ ഈ വിഷയം സംസാരിക്കുമ്പോഴൊരു എനിക്ക് ഓർമ്മ വരുന്നത് 2018 പ്രളയത്തിന് ശേഷം അക്കാഡമിയുടെ ഒരു ഹാളിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. അന്ന് വേറെ ചില ക്ലൈമറ്റോളജിസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചത്, സാറ് പറയുന്നത് 1.2 ഡിഗ്രി 1.5 ഡിഗ്രി അല്ലെങ്കിൽ ഇതൊക്കെ കൂടിയാൽ കേരളത്തിന് എന്താ പ്രശ്നം? നമുക്ക് 29 ഡിഗ്രി ആവറേജ് ഉള്ള ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ട് പ്രശ്നമൊന്നും? അപ്പോൾ ഇതാണ് നമ്മുടെ പൊതുബോധത്തിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള ഒരു ബോധം അതാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അദ്ദേഹത്തോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു എന്തുകൊണ്ടാണ് ഈ 1.5 ഡിഗ്രി അല്ലെങ്കിൽ 1.2 ഡിഗ്രി അല്ലെങ്കിൽ 2 ഡിഗ്രി ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ പൊതുബോധത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളൊരു ധാരണയല്ലാതെ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അത് എങ്ങനെയാണ് നമ്മളുടെ മുകളിൽ വന്ന് പതിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ മാത്രമല്ല പൊതുവെ ലോകത്ത് മുഴുവൻ വലിയ ധാരണയില്ല. യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റും ഈ ബോധം വളരെയധികം വളർന്നിട്ടുണ്ട്. ഇന്ത്യയിൽ പൊതുവെ വളരെ കുറവാണ്. ഇന്ത്യയിലൊരു സർവേ നടത്തിയപ്പോൾ പറഞ്ഞത് 60% ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ബോധമുണ്ട്, പക്ഷേ ശാസ്ത്രം ഇതിന് വഴി കണ്ടെത്തും എന്ന് പൊതുവെ ആളുകൾ പറയുന്നത്. ഇത് ഒരു സാധാരണ പറച്ചിലാണ്, ശാസ്ത്രം വഴി കണ്ടെത്തിക്കൊള്ളും എന്നുള്ളത്. പക്ഷേ ആ ശാസ്ത്രത്തിന് വഴി കണ്ടെത്താൻ പറ്റാത്ത രീതികളിലേക്ക് എങ്ങനെ ഈ സമസ്യ വളർന്നു കഴിഞ്ഞു എന്നുള്ളത് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ചില കാര്യങ്ങൾ എനിക്ക് ഈ സമയത്തിനകത്ത് ഉള്ളിൽ നിർത്തി പറയേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ പറയാണ്ട് കടന്നു പോകേണ്ടി വരും. ഒന്നാമത്തെ സ്ലൈഡ് ഇട്ടോളൂ. ചിലത് ഞാൻ സ്കിപ്പ് ചെയ്ത് പോകും, കാരണം ഈ വിഷയം പറയണമെങ്കിൽ ഈ 1 മണിക്കൂർ ഇത്തിരി പ്രശ്നമാണ്. 1 മണിക്കൂർ കൂടുതലായാലും നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും. ഇത് ഭൂമി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇത് 70% വെള്ളവും ജലവും 30% മാത്രം കരയുള്ള ഒരു സംഗതിയാണ്. അപ്പം പ്രധാനമായിട്ടും നമ്മളെ നിയന്ത്രിക്കുന്നത് ഭൂമിയല്ല, ആക്ച്വലി കടലാണ്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട. പിന്നെ വേറൊരു കാര്യമൊക്കെ സ്കൂളിൽ പഠിച്ച കാര്യമാണ്, പക്ഷെ നമ്മൾ മറന്നുപോയില്ലേ. പിന്നെ ലാറ്റിറ്റ്യൂഡ്സ് നോക്കൂ, ഇക്വേറ്റർ, അതായത് ഇത് വർക്ക് ചെയ്യുന്നില്ല, ശരിക്കും കാണുന്നില്ല അല്ലേ. ഇക്വേറ്ററിൻ്റെ അടുത്തുനിന്ന് മുകളിലോട്ട് ഹയർ ലാറ്റിറ്റ്യൂഡിൽ പോകും തോറും തണുപ്പ് കൂടുന്നു. ഇക്വേറ്ററിൻ്റെ അടുത്ത് താമസിക്കുന്ന നമുക്കൊക്കെ ട്രോപ്പിക്കൽ റീജിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ചൂട് കൂടുതലാണ്. ഇതാണ് ഭൂമിയുടെ ഒരു പ്രത്യേകത. ഈ ക്ലൈമറ്റ് സയൻസ് എന്ന് പറയുന്നത് എനിക്കിന്നിവിടെ പറയാൻ പറ്റില്ല, കാരണം അത് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് പറയണമെങ്കിൽ ഇതെല്ലാം എങ്ങനെയാണ് കാലാവസ്ഥ നിയന്ത്രിക്കപ്പെടുന്നതെന്ന് പറയണമെങ്കിൽ കുറേ സമയം വേണം, അത് ഫലപ്രദമായി. അതുകൊണ്ട് അത് ഞാൻ വിടുകയാണ്. ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ട്രോപ്പിക്സിൽ കിട്ടുന്ന ചൂട്, നമുക്ക് എന്തുകൊണ്ടാണ് ട്രോപ്പിക്സിൽ കൂടുതൽ ചൂട് കിട്ടുന്നത്? സൂര്യനോട് നമ്മൾ കൂടുതൽ എക്സ്പോസ്ഡ് ആണ്. ഇപ്പോൾ നമ്മൾ നോർത്ത് പോളിൽ പോയാൽ 6 മാസം അവിടെ സൂര്യവെളിച്ചം തന്നെ ഇല്ല അല്ലേ. അപ്പോൾ ഈ ചൂട് കൺവെക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇവിടുന്ന് ട്രോപ്പിക്സിൽ നിന്ന് 2 പോളിലേക്കും കൺവെക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാറ്റ്, ട്രേഡ് വിൻസ് എന്ന് പറയുന്ന സംഗതികളുണ്ട്. അങ്ങനെ പിന്നെ കടലിലെ ഗായേഴ്സ് എന്ന് ഞങ്ങൾ പറയുന്ന ചില ഓളങ്ങൾ എന്ന് പറയാം കടലിൽ ഈ കാറ്റ് നിയന്ത്രിക്കുന്നത്. ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത്. അതിലാണ് നമ്മൾ കൈവച്ചിരിക്കുന്നത്. കഴിഞ്ഞ 200 കൊല്ലമായിട്ട് നമുക്കറിയാത്ത ഈ കാലാവസ്ഥാ ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ 20-ാം നൂറ്റാണ്ടിലാണ് വളർന്നു വന്നത്. അതിനു മുമ്പ് നമുക്ക് കാലാവസ്ഥയെക്കുറിച്ച് വലിയ ബോധമൊന്നും ഇല്ലായിരുന്നു. അപ്പം നമുക്കറിയാത്ത ഈ സംഗതിയിൽ കഴിഞ്ഞ 200 വർഷങ്ങളായി വ്യവസായ വിപ്ലവത്തിന് ശേഷം നമ്മൾ കൈകടത്തി നമ്മുടെ സാമ്പത്തിക പ്രക്രിയയിലൂടെ. വളരെ സരളമായി പറഞ്ഞാൽ, ഒറ്റ വാചകത്തിൽ ആരോടും ചോദിക്കണമെന്ന് പറഞ്ഞാൽ, ഭൂമി വാസയോഗ്യമായത് വളരെ ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ ഭൂമിയിലെ ജൈവ വ്യവസ്ഥയുടെ പ്രവർത്തനം മൂലം അന്തരീക്ഷത്തിലുണ്ടായിരുന്ന കാർബൺ ഫോട്ടോസിന്തസിസ് വഴി ആഗിരണം ചെയ്ത് ഭൂമിക്ക് അടിയിലേക്ക് തള്ളുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ 78% നൈട്രജനും 21% ഓക്സിജനും ബാക്കി ചെറിയ ട്രേസ് ഗ്യാസസ്, കാർബൺ ഡയോക്സൈഡ് പോലെ ട്രേസ് ഗ്യാസസും ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ 200 വർഷം കൊണ്ട് ഇത് അട്ടിമറിച്ചു. ഭൂമിക്ക് അടിയിലുണ്ടായിരിക്കുന്ന കാർബൺ എല്ലാം നമ്മൾ ഖനനം ചെയ്തെടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോള്, ഡീസല്, നാച്ചുറൽ ഗ്യാസ്, കൽക്കരി,
ഇതെല്ലാം ഖനനം ചെയ്തെടുത്ത് ആ കാർബൺ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വിട്ടു. ഇതാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ നടന്ന സംഭവം. അപ്പം നമ്മൾ ഭൂമിയെ വാസയോഗ്യമല്ലാണ്ട് ആക്കിക്കൊണ്ടിരിക്കുന്നു. ഈ കളിയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു അമേരിക്കൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ 80കളിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് എഴുതി. അദ്ദേഹം പറഞ്ഞത് നമ്മളുടെ ഈ കളി റഷ്യൻ റൂലറ്റ് കളിക്കുന്ന പോലെയാണെന്നാണ്. റഷ്യൻ റൂലറ്റ് നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു പിസ്റ്റൾ പിടിച്ചിട്ട് അതിൻ്റെ ഒരു ബുള്ളറ്റ് മാത്രം അതിനകത്തിട്ടിട്ട് കളിക്കുകയാണ്, ഇങ്ങനെ അടിക്കുകയാണ്. അപ്പോൾ അത് ആരൊക്കെയാണ് ഒരു ബുള്ളറ്റ് കിട്ടുന്ന അയാൾ ചെത്തു ഇതല്ലേ. അപ്പം നമുക്ക് അറിയാത്ത ഈ കളി റഷ്യൻ റൂലറ്റ് കളി പോലെയാണ് നമ്മൾ ഈ കാലാവസ്ഥയിൽ ഇടപെടുന്നതെന്നാണ് വാലസ് ബ്രോക്കർ പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ 80കൾ മുതൽ ശാസ്ത്രം ഇതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ടും ഇന്നും കാര്യമായി യാതൊന്നും ഒരു ഭരണകൂടങ്ങളും ചെയ്യുന്നില്ല എന്നുള്ള ഒരു സത്യവും നമ്മുടെ മുമ്പിൽ നിന്നത്. അപ്പോൾ ഞാൻ പാരിസ്ഥിതിക വിമർശനം നടത്തിക്കൊണ്ട് ജീവിതം തുടങ്ങി. ഞാൻ എന്തിനാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരം വിഷയങ്ങളിലേക്ക് പോകുന്നത് ചോദിച്ചാൽ എൻ്റെ ഒരു ഉത്തരം പാരിസ്ഥിതിക വിമർശനത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് എനിക്ക് ഇത്തരം പഠനങ്ങൾ എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഇതെൻ്റെ തൊഴിലിൻ്റെ ഭാഗമാണ്. ഞാൻ ചെയ്യുന്ന എൻ്റെ സ്ഥാപനത്തിൻ്റെ ഞാൻ ദിവസവും ഈ ഇത്തരം പുതിയ ഗവേഷണങ്ങൾ നോക്കാണ്ട് എനിക്ക് ദിവസം അവസാനിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് രണ്ടാമത്തെ എൻ്റെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് സാഹിത്യ ചർച്ചകളായാലും രാഷ്ട്രീയ ചർച്ചകളായാലും അതിനേക്കാളൊക്കെ ഉപരി അടുത്ത 30 വർഷങ്ങളിൽ മനുഷ്യരാശിയുടെ ഭാവിയെ സ്വാധീനിക്കാൻ പോകുന്ന, മനുഷ്യരാശി മാത്രമല്ല, ഞാൻ മനുഷ്യരാശി എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ ചരാചരങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്, ഭൂമിയിലുള്ള എല്ലാം, അതിനെല്ലാം നമ്മളെ വളരെ വലിയ തോതിൽ സ്വാധീനിക്കാൻ പോകുന്ന സമസ്യയായി കാലാവസ്ഥാ വ്യതിയാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ ആദ്യം തുടങ്ങിയതുപോലെ കേരളത്തിൽ 29 ഡിഗ്രി 30 ഡിഗ്രി ഉണ്ടാവും എന്നുള്ളതല്ല പ്രശ്നം. അപ്പോൾ ഇത് ഏറ്റവും വലിയ അസ്തിത്വ സമസ്യയായി മാറിയിരിക്കുന്നു. രാഷ്ട്രീയത്തിനപ്പുറം അല്ലെങ്കിൽ മറ്റ് സമസ്യകളൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ധാരാളം മറ്റ് സമസ്യകൾ ലോകത്തുണ്ട്. വലതുപക്ഷവൽക്കരണമുണ്ട്, മുതലാളിത്തത്തിൻ്റെ വലിയ വളർച്ചയുണ്ട്. ഇതെല്ലാം ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് റിലേറ്റഡുമാണ്. മുതലാളിത്തം വളരുന്നതുകൊണ്ടാണ് ക്ലൈമറ്റ് ചേഞ്ച് വഷളാവുന്നതെന്നുള്ളതും വളരെ പേർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും വലിയ അസ്തിത്വ സമസ്യയാണ്. അടുത്ത സ്ലൈഡ്. ഇതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. ഈ കാർബൺ സൈക്കിൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ. ഈ ഭൂമിയിൽ 3 മൂലകങ്ങളാണ് നമ്മുടെ ജീവനെ നിലനിർത്തുന്നത്. ഒന്ന് നമ്മുടെ ശരീരങ്ങളും ചെടികളുമെല്ലാം ഏറ്റവും അധികമുള്ളത് കാർബണാണ്. ഓക്കെ. സെക്കൻഡ്, നൈട്രജൻ. അറ്റ്മോസ്ഫിയറിൽ 78% നൈട്രജൻ വലിച്ചെടുത്തിട്ടാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് നടത്തുന്നതും വേറെ ധാരാളം രാസപ്രക്രിയകൾ നടത്തുന്ന അമോണിയ ഉണ്ടാക്കുന്നതും അങ്ങനെ ധാരാളം കാര്യങ്ങൾ. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. ഇതിന് കാർബൺ സൈക്കിൾ എന്ന് പറയും. ഇത് എക്സ്പ്ലെയിൻ ചെയ്യണേ എനിക്ക് അരമണിക്കൂറെങ്കിലും വേണം. ഇന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഭൂമിയിൽ ധാരാളം കാർബൺ ഉണ്ട്, അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അധികം കാർബൺ ശേഖരിച്ചിട്ടുള്ളത് ഭൂമിക്കടിയിൽ പാറകളിലും സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുമാണ് ഏറ്റവും അധികം കാർബൺ ശേഖരിച്ചിട്ടുള്ളത്. അത് സമുദ്രത്തിൻ്റെ അടി വരെ നമ്മളിപ്പോൾ പോയി ഖനനം ചെയ്യാൻ പോവാണ്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പോൾ അടുത്ത സ്ലൈഡ്. ഇത് എന്താണ് സംഭവിക്കുന്നത്? ഈ വളരെ നേരിയ തോതിൽ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അത് നമുക്ക് ആവശ്യമാണ്. കാരണം ഈ സൂര്യപ്രകാശം, സൂര്യൻ്റെ ചൂട് ഭൂമിക്ക് പുറത്തേക്ക് തള്ളുന്നത് കുറച്ച് പിടിച്ചു നിർത്താൻ ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മുഖാവരണം നമുക്ക് ആവശ്യമാണ്. അതിന് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നൊക്കെ പറയും. പക്ഷെ അത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ നമ്മളത് കൂടുതൽ തടഞ്ഞു നിർത്തുന്നു, അപ്പോൾ ചൂട് കൂടുന്നു. ഇതാണ് അടിസ്ഥാനപരമായി സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അത് ആ വളരെ മൈന്യൂട്ട് ട്രേസസിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് വ്യവസായ വിപ്ലവത്തിന് മുമ്പ് നമ്മൾ കണക്ക് പറഞ്ഞാൽ 280 പാർട്സ് പെർ മില്യൺ എന്ന് പറയും. 1 മില്യണിൽ 1 ദശലക്ഷത്തിൽ 280 എന്നുള്ള കണക്കിന് മാത്രമേ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അത് 420 ആണ്. എന്ന് വെച്ചാൽ 50% വർദ്ധിച്ചിരിക്കുന്നു. അത് ഏതാണ്ട് ഇരട്ടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2050 മുമ്പിൽ ഞാൻ പഠിച്ച കണക്ക് പ്രകാരം അത് ഏതാണ്ട് ഇരട്ടിയാവും. അതുകൊണ്ട് എന്താ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെന്നുള്ള നമുക്ക് വീണ്ടും വരാം. അപ്പം ഇത് ഞാൻ പറഞ്ഞു സംഭവിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഫോസിൽ ഇന്ധനങ്ങൾ കുഴിച്ചെടുത്ത് ജ്വലനം നടത്തി നമ്മുടെ വാഹനങ്ങളിലായാലും വൈദ്യുതി ഉണ്ടാക്കി ആ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തോട്ട് വിട്ടിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ എത്ര, നിങ്ങൾക്ക് കണക്കറിയണമെങ്കിൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഈ കഴിഞ്ഞ 200 വർഷങ്ങളിൽ വമിച്ചു എന്ന് ചോദിച്ചാൽ 1850 തൊട്ട് ഇന്ന് വരെ നമ്മൾ ഏതാണ്ട് 1,00,000
1,24,000 കോടി ടൺ അതിൻ്റെ ഇരട്ടി വാങ്ങിച്ചു. പക്ഷേ ആ പകുതി കടലും നമ്മുടെ വനങ്ങളും എല്ലാം കൂടി ആഗിരണം ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ അന്തരീക്ഷത്തിൽ ഇപ്പോൾ തങ്ങി നിൽക്കുന്നത് ഏതാണ്ട് 1240 ബില്യൺസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ബില്യൺസിനെ നമ്മൾ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ കോടി കിട്ടുന്നു. ഓക്കെ, അത്രയും കാർബൺ ഡയോക്സൈഡാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇപ്പോൾ തങ്ങി നിൽക്കുന്നത്. അപ്പം നമ്മുടെ ഭൂമി ഒരു ഗ്രീൻ ഹൗസ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ചൂട് പുറത്തേക്ക് പോകുന്നത് പിടിച്ചു നിർത്തുന്നു. ഇത് റേഡിയേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ട്രോപ്പിക്സിലൊക്കെ നമ്മൾ വെന്തു പോകും. അതുകൊണ്ടാണ് ഇത് റേഡിയേറ്റ് ബാക്ക് ചെയ്യേണ്ട, റിഫ്ലക്ട് ബാക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ ഇത് കണ്ടെത്തുന്നത്, ആദ്യം തെളിവുകളോടെ ഇത് കണ്ടെത്തുന്നത് 88-ലാണ്. ഡോക്ടർ ജെയിംസ് ആൻസൺ എന്ന് പറയുന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ. ഞാൻ ഈ പറയുന്ന വസ്തുതകളൊന്നും ഒരു പരിസ്ഥിതിവാദിയുടേതുമല്ല. ഇതെല്ലാം ആധികാരികമായ ശാസ്ത്രീയ പഠനങ്ങളുടെ വെളിച്ചത്തിൽ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ഡോക്ടർ ജെയിംസ് ആൻസൺ 20 കൊല്ലം നാസയുടെ ഗുഡാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ചിൻ്റെ ഡയറക്ടറായിരുന്നു. അദ്ദേഹമാണ് 88-ല് അമേരിക്കൻ സെനറ്റിൻ്റെ കമ്മിറ്റിയുടെ മുമ്പിൽ അദ്ദേഹത്തെ സാക്ഷിയായിട്ട് വിളിപ്പിച്ചിരുന്നു. ഈ പ്രശ്നം വളരുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം തെളിവുകൾ സഹിതം 88-ൽ അവതരിപ്പിച്ചതാണ് നമ്മൾ കുഴപ്പത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് 88-ല് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ UNFCCC എന്ന് പറയുന്ന IPCC എന്ന് പറയുന്ന ആഗോള ശാസ്ത്ര സംഘം രൂപീകരിച്ചു. അതിലാണ് 2500-ഓളം ശാസ്ത്രജ്ഞർ ലോകത്തെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഇതിൻ്റെ ശാസ്ത്ര മുന്നേറ്റങ്ങളെ നയിക്കുന്നത്. അപ്പം 88-ല് IPCC രൂപീകരിച്ചു. 92-ൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന 92 റിയോ ഉച്ചകോടി എന്ന് പറയുന്ന റിയോ ഉച്ചകോടിയിൽ വെച്ചിട്ട് UNFCCC എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞ് ഓരോ വർഷവും ആഗോള ഉച്ചകോടികളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനം ഇപ്പോൾ ദുബായിലെ ഡിസംബർ ജനുവരി 13-ാം തീയതി അവസാനിച്ച COP28 കോർപ്പറേഷൻ ഓഫ് പാർട്ടി COP കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. ഓക്കെ, അത് COP28 ഇപ്പോൾ തീർന്നതേ ഉള്ളൂ. അതിനകത്തും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാലാവസ്ഥാ വ്യതിയാനം അതിരൂക്ഷമായി. ഇപ്പം നമ്മൾ ഏതാണ്ട് 1.2 ഡിഗ്രിയിലാണ് എത്തി നിൽക്കുന്നത്. 1.2 ഡിഗ്രി ഇൻക്രീസ്. അത് എവിടുന്നാണ്? അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഞാൻ അന്ന് അദ്ദേഹം ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാണ്. ആഗോള ശരാശരി കാലാവസ്ഥ വ്യവസായ വിപ്ലവത്തിന് മുമ്പ് 14 ഡിഗ്രി ആയിരുന്നു ആഗോള ശരാശരി. അത് നമ്മുടെ 30 ഡിഗ്രിയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മിഡിൽ ഈസ്റ്റിൽ 32 ഡിഗ്രിയോ 40 ഡിഗ്രിയോ ഉള്ളതും വടക്ക് ട്രോപ്പിക്സിൽ അല്ലെങ്കിൽ ട്രോപ്പിക്സിലല്ല, നോർത്ത് പോളിലും സൗത്ത് പോളിലും സബ്സീറോ ടെമ്പറേച്ചർ ഉള്ള ഇതിൻ്റെ എല്ലാം കൂടെ ശരാശരി എടുക്കുമ്പോൾ വ്യവസായ വിപ്ലവത്തിന് മുമ്പ് 14 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ ഇതാണ് ബേസ്. നമ്മൾ പറയുന്ന ഈ ഇൻക്രീസിൻ്റെ ബേസ് ഈ 14 ഡിഗ്രിയാണ്. അതിൽ നിന്നാണ് 1.2-ൽ എത്തി നിൽക്കുന്നത് പറയാം. അപ്പോൾ 15.2-ൽ നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പോൾ 15.2 എന്ന് പറയുമ്പോൾ നമുക്ക് വലുതായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ അത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് മുൻപോട്ട് നോക്കാം. ഇപ്പം ലോകം വെച്ച ഒരു ടാർഗറ്റ് എന്ന് വെച്ചാൽ 2050-നകം നമ്മൾക്ക് ഈ എമിഷൻസ് നെറ്റ് സീറോ ആക്കണം. നെറ്റ് സീറോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞാൻ നൂലാമാലകളിലേക്ക് പോകുന്നില്ല. എഗെയിൻ ഇറ്റ്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു കോൺസെപ്റ്റാണ് നെറ്റ് സീറോ എന്ന് പറയുന്നത്. നെറ്റ് സീറോ എന്ന് പറഞ്ഞാൽ നമ്മൾ നിർഗമിക്കുന്ന കാർബൺ ഡയോക്സൈഡും നമ്മൾ പിടിച്ചെടുക്കുന്ന കാർബൺ ഡയോക്സൈഡും തമ്മിലുള്ളത് സബ്ട്രാക്ട് ചെയ്തിട്ട് നെറ്റായിട്ട് അറ്റ്മോസ്ഫിയറിൽ നിലനിൽക്കുന്ന കാർബൺ. ഇതാണ് നെറ്റ് സീറോയുടെ കോൺസെപ്റ്റ്. അത് സീറോ ആക്കണമെന്നുള്ളതാണ് ഇൻ്റർനാഷണൽ ടാർഗറ്റ്. അതിനുവേണ്ടി രാഷ്ട്രങ്ങൾക്ക് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും കമ്പൽസറി അല്ല, എല്ലാം വോളണ്ടറിയാണ്. അതാണ് 2015-ലെ പാരീസ് എഗ്രിമെൻ്റ് വിവക്ഷിച്ചത്. രാഷ്ട്രങ്ങൾ സ്വമേധയാ ഈ പരിപാടികൾ നടപ്പാക്കണം. അത് വോളണ്ടറിയാണ്, നത്തിങ് ഈസ് കമ്പൽസറി. നെറ്റ് സീറോയെ കുറിച്ചൊക്കെ പറയുമ്പോൾ എന്നെ പോലുള്ളവർക്ക് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇതുണ്ട്. ഞങ്ങൾ പറയും നെറ്റ് സീറോ അല്ല നമുക്ക് വേണ്ടത്, റിയൽ സീറോ ആണെന്ന് ഞങ്ങൾ പറയും. നെറ്റ് സീറോ ഇസ് എ കോംപ്ലിക്കേറ്റഡ് കോൺസെപ്റ്റ്. അതുകൊണ്ട് റിയൽ സീറോ, ഒരു എമിഷനും പാടില്ലാത്ത നിലയിലേക്ക് നമ്മൾ പോയാലേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇത്രയും ദുരന്ത ഫീലിംഗ് കിട്ടുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം കുറച്ച് പ്രത്യാശയുടെ കാര്യങ്ങൾ പറയാമെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് മറ്റേതിലേക്ക് പോകാം. 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും സംഭവിക്കുന്നുണ്ട് നമുക്ക് ആശയ്ക്ക് വക നൽകുന്ന. ഒന്ന്, കാർബൺ നിർഗമനമില്ലാത്ത ഊർജ ഉൽപാദന ഉപാധികൾ വികസിപ്പിക്കുന്നത് ലോകത്ത് വലിയ തോതിൽ നടക്കുന്നുണ്ട്.
അത് ഞാൻ 2020 ഈ രംഗത്ത് പ്രവർത്തനത്തിലേക്ക് വരുന്നത്. മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനത്ത് ബദൽ ഊർജ്ജങ്ങൾ വികസിപ്പിക്കാനായിട്ടുള്ള എന്നെ ചുമതലപ്പെടുത്തുകയും അതിൻ്റെ ഡയറക്ടർ ജനറലായി ഞാൻ ചാർജ് എടുത്ത ശേഷമാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 20 വർഷങ്ങളിൽ തന്നെ വളരെ ഗണ്യമായ പുരോഗതി ബദൽ ഊർജ്ജ സ്രോതസ്സുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏതാണ്ട് 4000 ഗിഗാവാട്ട്സ് എന്ന് ഞങ്ങൾ പറയും. നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് 4 ലക്ഷം മെഗാവാട്ട് സ്ഥാപിത ശേഷി ബദൽ ഊർജ സ്രോതസ്സുകളുള്ളത് ഇന്ന് ലോകത്തുണ്ട്. അത് വലിയൊരു സംഭവമല്ല. അതിനകത്ത് ഏതാണ്ട് 13% വൈദ്യുതിയെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ ഇപ്പോഴും. പക്ഷേ അതിൽ കാര്യമായ മുന്നേറ്റം നടക്കുന്നുണ്ട്. രണ്ടാമതൊരു സംഭവം, നല്ല കാര്യം നടക്കുന്നത്, നമ്മൾ ഓടിക്കുന്ന വാഹനങ്ങൾ ഏതാണ്ട് 24% ട്രാൻസ്പോർട്ടിലാണ്, ഓയിലും മറ്റും യൂസ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ടിലാണ് ലോകത്താകമാനം. ആ വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് പരിണമിക്കുന്നത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ആക്സിലറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം ലോകത്ത് ഏതാണ്ട് 8 കോടിയിലധികം വാഹനങ്ങൾ വിറ്റപ്പോൾ അതിൻ്റെ ഏതാണ്ട് 14-15% ഇലക്ട്രിക് വാഹനങ്ങളാണ് വിറ്റത്. കേരളം ഇന്ത്യയിൽ ഏറ്റവും അധികം ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷെ ഇതുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ അതിൻ്റെ ഇലക്ട്രിസിറ്റി പിടിച്ചെടുക്കുന്നത് കൽക്കരിയുടെ ഇലക്ട്രിസിറ്റി ആണെങ്കിൽ നമ്മുടെ ടെയിലെൻഡിൽ നടക്കുന്ന പൊല്യൂഷൻ ഇല്ലാണ്ടാവും. പക്ഷേ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് പൊല്യൂഷൻ ഉണ്ടാവും. ഡിസ്പ്ലേസ്മെന്റ് നടക്കാണ് പൊല്യൂഷൻ്റെ. ഇതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇലക്ട്രിക് വാഹനങ്ങൾ മേടിച്ചുകൊണ്ട് മാത്രം പ്രദൂഷണം കുറയാൻ പോണില്ല. നമ്മൾ ആക്ച്വലി ആ എനർജിയെ, ഫ്യൂസിൽ എനർജിയെ ഡിസ്പ്ലേസ് ചെയ്ത് പുതിയ ഊർജ്ജ സ്രോതസ്സുകൾ വലിയ തോതിൽ വികസിപ്പിക്കണം എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. 2012 തൊട്ട് ഞങ്ങളൊരു ഒരു വർഷത്തെ വലിയ സ്റ്റഡി നടത്തിയിരുന്നു. കേരളത്തിൽ ബദൽ ഊർജം വികസിപ്പിക്കാനുള്ള പൊട്ടൻഷ്യൽ ധാരാളം ഉണ്ടെന്നുള്ള 2012 ഒരു വർഷത്തെ സ്റ്റഡി നടത്തി റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചു. അതിനുശേഷമാണ് KSEBയിൽ റിന്യൂവബിൾ എനർജിയുടെ ഒരു വിങ് തുടങ്ങുകയും അന്ന് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറെ വെച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ അതൊരു ചീഫ് എഞ്ചിനീയർ ഹെഡ് ചെയ്യുന്ന ഒരു ഡിവിഷനുണ്ട് KSEBയിൽ. പക്ഷേ നമ്മളിപ്പോഴും കാര്യമായി ബദൽ ഊർജം വികസിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. കൊച്ചിൻ എയർപോർട്ട് നമ്മൾ ഇതായിട്ട് എടുത്ത് കാണിക്കും, പവേർഡ് ബൈ സോളാർ. പക്ഷേ നമ്മൾ മൊത്തത്തിലുള്ള കപ്പാസിറ്റി നോക്കുമ്പോൾ കേരളത്തിൽ നമ്മൾ കാര്യമായി ഇതുവരെ ഒന്നും ചെയ്തില്ല. 70% വൈദ്യുതി മറ്റെല്ലാം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത് പോലെ 70% കൽക്കരിയിൽ നിന്നുള്ള വൈദ്യുതി പുറത്തുനിന്ന് മേടിച്ചാണ് നമ്മൾ കാലക്ഷേപം നടത്തുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ കാർബൺ ആക്ച്വലി എമിഷൻ നോക്കിയാൽ വളരെയധികം കാർബൺ എമിഷൻ നടത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കാരണം 70% വൈദ്യുതി കൽക്കരിയിൽ നിന്നുള്ള വൈദ്യുതി പുറത്തുനിന്ന് മേടിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് വലിയ വില കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ ലേറ്റസ്റ്റ് കേട്ടോന്ന് അറിഞ്ഞില്ല, ഈ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് നഷ്ടത്തിൽ നടക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പുറത്തുനിന്ന് മേടിക്കുന്ന ഈ വൈദ്യുതിക്ക് നമ്മൾ കൊടുക്കുന്ന അമിതമായ വിലയാണ്. ലേറ്റസ്റ്റ് ഞാൻ അതിൻ്റെ ഇതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പം നമുക്ക് ധാരാളം നമ്മുടെ കെട്ടിടങ്ങളുടെ മുകളിൽ മാത്രം 16,000 മെഗാവാട്ട് സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങോട്ട് ഞാൻ കഴിയുന്ന വേദികളിലൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ എന്തോ ഇതുവരെയും കാര്യമായ വലിയ വികാസം KSEB അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനപ്പുറം ഗണ്യമായ ഒരു പുരോഗതിയും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പ്രത്യാശയെന്ന് പറയുന്ന രീതിയിൽ സംഭവിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സ്പീഡ്, ഇതിൻ്റെ ആക്സിലറേഷൻ നമുക്ക് ആവശ്യമായ തോതിൽ നടക്കുന്നില്ല. കാരണം അത് ഞാൻ വരുന്ന അതിലേക്കാണ്. അതാണ് ഞങ്ങളെയൊക്കെ ഇപ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എന്നെ പോലുള്ളവരെ ദുഃഖിപ്പിക്കുന്നതും. ഞാനൊക്കെ ഇതിലേക്ക് എടുത്തിയാടിയത് വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് എടുത്തിയാടിയതാണ്, ഇത് മാറ്റിമറിക്കാന്നുള്ളത്. പക്ഷെ ഇന്നിപ്പോൾ ഞങ്ങളൊക്കെ ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കാൻ പ്രയാസപ്പെടുകയാണ്, ബുദ്ധിമുട്ടുകയാണ്. കാരണം വേണ്ട രീതിയിൽ സംഭവിക്കുന്നില്ല. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി വന്നതിന് ശേഷം ഈ ബദൽ ഊർജ്ജ വികസനം അദ്ദേഹം വ്യക്തി താല്പര്യമെടുത്ത് ധാരാളം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഒരുപാട് മുമ്പോട്ട് പോയിട്ടുണ്ട് കഴിഞ്ഞ 8-9 വർഷങ്ങൾ. അത് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പലർക്കും ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് വേറെ എന്തെങ്കിലും എതിർപ്പുണ്ടാവുമായിരിക്കും. പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു രംഗത്ത് ഇദ്ദേഹം വന്നതിന് ശേഷം, കാരണം അദ്ദേഹം ഇതിന് കമ്മിറ്റഡാണ്. ഗുജറാത്തിലാണ് ഇതിലാദ്യം വളരെയധികം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ ഗുജറാത്തിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നേരിട്ട് അറിയാം ഗുജറാത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നുള്ളത്. ഗുജറാത്ത് ഇലക്ട്രിസിറ്റി റെഗുലേഷനിൽ ഒരുപാട് വർക്ക് എൻ്റെ സ്ഥാപനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേണ്ട രീതിയിൽ നടക്കുന്നില്ല. മൂന്നാമത് എനിക്ക് പ്രത്യാശ നൽകുന്നത് ശാസ്ത്രജ്ഞരാണ്. ധാരാളം ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞർ ഇതിൻ്റെ പഠനങ്ങളിൽ മുഴുകിയിരിക്കുന്ന, അവരും ഏതാണ്ട് ഡിപ്രഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. കാരണം അവർ പറയുന്നത് ഒന്നും പോളിസി മേക്കേഴ്സ് കേൾക്കുന്നില്ല എന്നുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു.
അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പറയുക, ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയാം, 40 പേരുണ്ടാവുമായിരിക്കും. നമ്മുടെ പൊതുസമൂഹത്തിന് ഇതും ഈ സമസ്യയും കാലാവസ്ഥ സമസ്യയും സാമ്പത്തിക വളർച്ചയായിട്ടുള്ള ബന്ധം ഇത് ഒന്നിച്ച് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളുടെ സാമ്പത്തിക വളർച്ചയുടെ രീതി, നമ്മൾ സ്വീകരിക്കുന്ന സമീപനങ്ങളാണ് ഇതിന് കാരണമാകുന്നുള്ള ഈ കണക്ഷൻ, ഗ്രോത്തും ക്ലൈമറ്റും തമ്മിലുള്ള. രാഷ്ട്രീയക്കാർക്കും മനസ്സിലായിട്ടില്ല, പൊതുസമൂഹത്തിനും മനസ്സിലായിട്ടില്ല. ഇത് എമിഷന്റെ മാത്രം പ്രശ്നമല്ല. ഏറ്റവും അധികം പെർ ക്യാപിറ്റ വെഹിക്കിൾ നമ്പറുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ എമിഷൻ, അങ്ങനെ വെഹിക്കിൾ എമിഷൻ നോക്കിയാലും വളരെ ഹൈയാണ് നമ്മുടേത്. കാരണം നമുക്ക് കുറച്ച് അഫ്ലുവൻസ് ഉണ്ട് മറ്റ് സംസ്ഥാനങ്ങളെക്കാളും. അതുകൊണ്ട് എല്ലാവർക്കും കാർ മേടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക്, നല്ലൊരു ശതമാനം ആളുകൾക്ക് കാർ മേടിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കേരളം വളർന്നിട്ടുണ്ട്. കാർ മേടിക്കുന്ന കുറ്റമെന്നല്ല ഞാൻ പറയുന്നത്, ടെക്നോളജി മാറുമ്പോൾ അത് പ്രശ്നം തീരും. പക്ഷേ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എമിഷൻ മാത്രം കുറച്ചാൽ പോരാ. നമ്മൾ നടത്തുന്ന വികസന പദ്ധതികൾ അത് എത്രത്തോളം നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട പറ്റില്ല. കാരണം നമ്മളെ ഇതിന് ക്ലൈമറ്റ് ചേഞ്ചിനെ പ്രതിരോധിക്കാൻ നമ്മളെ സഹായിക്കാൻ പോകുന്ന ഒരേ ഒരു ഉപാധി നമ്മുടെ പ്രകൃതിയാണ്. ഇപ്പം നമുക്ക് എന്തുകൊണ്ട് ഫ്ലഡ്സ് ഇത്ര ഭീകരമാകുന്നു കേരളത്തിൽ? ഒരു ചെറിയ മഴ പെയ്യുമ്പോഴത്തേക്കും കേരളം മുങ്ങുന്നത് എന്തുകൊണ്ടാണ്? ജലത്തിന് ഒഴുകിപ്പോയി, ജലത്തിന് ഇളവേൽക്കാനുള്ള സ്ഥലങ്ങൾ ഇല്ലാണ്ടാകുന്നു എന്നുള്ളതാണ്. അതാണ് പ്രധാന പ്രശ്നം. കുളങ്ങളെല്ലാം പോയി. നമ്മുടെ മിക്കവാറും വേമ്പനാട് കായലിൻ്റെ പകുതി കപ്പാസിറ്റി കുറഞ്ഞു. അത് നമ്മൾ പകുതി നേരത്തെ എടുത്തു കഴിഞ്ഞു. വേമ്പനാട് കായൽ എന്താ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ 6 നദികൾ ഇന്നിറങ്ങുന്ന സ്ഥലമാണ് വേമ്പനാട് കായൽ. അപ്പം ഇങ്ങനെ ജലം ഒഴുകിപ്പോയി അതിനിടം കണ്ടെത്താനുള്ള ഇടങ്ങളെല്ലാം നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ 2 കെട്ടിട ഭ്രാന്താണ് നമ്മുടെ ഗ്രാമങ്ങൾ. എൻ്റെ ഗ്രാമം, ഞാനൊരു ഗ്രാമത്തിൽ നിന്നാണ്, കൊല്ലം ജില്ലയിൽ. എൻ്റെ ഗ്രാമത്തിൽ പോലും ഇപ്പോൾ 5-10 സെൻറ്റ് ഭൂമി അല്ലാണ്ട് അതിനകത്തൊരു വീടും ഇതല്ലാണ്ട് വേറൊന്നുമില്ല. ഗ്രാമം പോലും നഗരമായി മാറിക്കഴിഞ്ഞു കേരളത്തിൽ. നഗരം, പ്രോപ്പർ നഗരം തന്നെ കേരളത്തിൽ 50% സിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ നമ്മൾ സ്വീകരിക്കുന്ന വികസന സമീപനങ്ങൾ ഇത് നമ്മുടെ പ്രകൃതിക്ക് മേൽ എത്രയധികം കൈവയ്ക്കുന്നു, എത്ര നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതും കൂടി നോക്കാതെ നമുക്ക് ഈ സമസ്യയെ നേരിടാൻ പറ്റില്ല. ഇത് എമിഷൻ്റെ മാത്രം പ്രശ്നമല്ല. നമ്മളിപ്പോൾ എമിഷൻ കുറച്ചുകൊണ്ട് മാത്രം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനിത് സംസാരിക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ഈസ് എ ഡൺ ഡീൽ. ഗെയിം ഈസ് ഓവർ. ഇതെൻ്റെ വാക്കല്ല, ഡോക്ടർ ജെയിംസ് ആൻസന്റെ വാക്കുകളാണ്. അദ്ദേഹം ഇപ്പോൾ നാസയിൽ നിന്ന് റിട്ടയർ ചെയ്ത് കൊളംബിയ യൂണിവേഴ്സിറ്റി ന്യൂയോർക്കിൽ ഓണററി പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പഠനവും ഞാൻ കണ്ടു, നവംബറിൽ ഇറങ്ങിയ പഠനം. അപ്പോൾ കാലാവസ്ഥ വ്യതിയാനം ഈസ് എ ഡൺ ഡീൽ. ആർക്കും ഇതിനെ തടയാൻ പറ്റാൻ പോകുന്നില്ല. ബിക്കോസ് കണക്ക് വെച്ചാണ് പറയുന്നത്. അതിൻ്റെ കണക്കുകളിലൊക്കെ ഞാൻ പോയാൽ നിങ്ങൾക്ക് പേടിയാവും. എങ്ങനെയാണ് അടുത്ത 30 വർഷങ്ങളിൽ ഇത് മാറാൻ പോകുന്നത്. 1.2 ഡിഗ്രിയിൽ ഇന്ന് നമ്മൾ നിൽക്കുന്നത് 2027 അതായത് അടുത്ത 4 വർഷത്തിനുള്ളിൽ 1.5 എത്തുമെന്ന് ശാസ്ത്രജ്ഞർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 1.5 ഡിഗ്രി ആൻഡ് 2 ഡിഗ്രി ബൈ 2044. അതായത് 2044 എന്ന് പറയുമ്പോൾ എത്ര, 20 വർഷത്തെ കാലാവധി. 1.2 നമ്മൾക്ക് എന്താണ് പറ്റിയെന്ന് നമ്മൾ കണ്ടു. 18 മുതൽ പ്രളയങ്ങളുണ്ടാകുന്നു. അതിന് പ്രളയങ്ങളിൽ നിന്നാണ് വേറെ ചില കാരണങ്ങളുണ്ട്, അതിലേക്ക് സമയമുണ്ടെങ്കിൽ വരാം. അപ്പം 1.2 ആയി, 1.5 ബൈ 27, 2 ഡിഗ്രി ബൈ 2044 ആൻഡ് ബൈ ദ എൻഡ് ഓഫ് ദ സെഞ്ചുറി പ്രോബബ്ലി 4 ഡിഗ്രി. 4 ഡിഗ്രി എന്ന് വെച്ചാൽ പിന്നെ ഡോക്ടർ വില്യം റീസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനുണ്ട്, വലിയ ഇക്കോളജിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 4 ഡിഗ്രി വേൾഡ് എന്ന് വെച്ചാൽ 6 കോടി ജനങ്ങൾ, അല്ല 600 കോടി ജനങ്ങൾ മരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബിക്കോസ് അതിൻ്റെ കാരണം ഹീറ്റ് വേവ്സ് ഒരുപാടാവും. നമ്മുടെ ശരീരത്തിന് 32 ഡിഗ്രി കൂടുതൽ ചൂട് താങ്ങാൻ പറ്റില്ല. പിന്നെ നമുക്ക് പ്രശ്നമാണ്. എയർ കണ്ടീഷണർ ഇട്ടൊക്കെ ഇരിക്കാം, പക്ഷേ എയർ കണ്ടീഷണർ ഭാവിയിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കും, എത്ര ഊർജ്ജം ഉണ്ടാവുമെന്നൊന്നും ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കാലാവസ്ഥ ഒരു ലിമിറ്റ് വിട്ട് കൂടുമ്പോൾ ഹീറ്റ് വേവ്സ് ഉണ്ടാകും. ഇപ്പം തന്നെ തുടങ്ങി. ഇപ്പം നിങ്ങൾക്കറിയോ, ഇന്ന് കോട്ടയത്ത്, സ്ഥലം എനിക്ക് ഓർമ്മ വരുന്നില്ല, കോട്ടയം ജില്ലയിൽ ഒരു സ്ഥലത്ത് ഇന്ന് 32 ഡിഗ്രിയാണ്. നമ്മുടെ ഹൈ റേഞ്ചസിൻ്റെ താഴ്വാരത്തിൽ, സ്ഥലത്തിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അതുപോലെ സ്പെയിൻ, യൂറോപ്യൻ രാജ്യം, ഇപ്പോൾ അവിടെ വിൻ്റർ ആയിരിക്കേണ്ട സമയമാണ്. സ്പെയിനിൽ 33 ഡിഗ്രി ആയി കഴിഞ്ഞു. ഫെബ്രുവരി തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ, ഇന്ന് ജനുവരി അവസാനമാണ്. ഈ രീതിയിൽ ഈ വർഷം, കഴിഞ്ഞ വർഷം മൊത്തം ഒരു വർഷത്തെ മൊത്തം കണക്കെടുത്ത്, ഇത് വേൾഡ് മെറ്റീരിയൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു പരിസ്ഥിതിവാദിയുടെയും കണക്കുകളും ഇതുമല്ല പറയുന്നത്. കഴിഞ്ഞ വർഷം 86 ദിവസം നമ്മൾ 1.5 ഡിഗ്രിക്ക് മുകളിൽ പോയി, ആഗോള ശരാശരി.
ദാറ്റ് ഈസ് വെരി ക്രിട്ടിക്കൽ. അപ്പോൾ ഇത് സ്റ്റെബിലൈസ് ചെയ്യാൻ പോകുന്ന 27-ൽ 1.5 ഡിഗ്രി സ്റ്റെബിലൈസ് ചെയ്യുന്നു. 2044 2 ഡിഗ്രി സ്റ്റെബിലൈസ് ചെയ്യും. 2 ഡിഗ്രി വേൾഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കഷ്ടത്തിലാവും. അതിലേക്ക് ഞാൻ വരികയാണ്, എന്തെങ്ങനെയാണ് നമ്മൾ കഷ്ടത്തിലാവുന്നുള്ളത്. കാരണം അത് നമ്മുടെ ലോക്കൽ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. അതെങ്ങനെ നമ്മുടെ ആഗോള കാലാവസ്ഥയെ അട്ടിമറിക്കും എന്നുള്ള ചില സംഗതികളിലേക്കാണ് ഞാൻ ഇനി വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ക്ലൈമറ്റ് ചേഞ്ച് ഇസ് എ ഡൺ ഡീൽ. ആരെങ്കിലും അതിനെ നിർത്താമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം മാറ്റിവെച്ചേക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ പ്രകൃതിയെ സജ്ജമാക്കുക, നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കിനി ചെയ്യാനുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് ചിൽഡ്രനെ ഓർത്ത് വളരെ ദുഃഖിതനാണ്. ഞാൻ ഈ കഴിഞ്ഞ ജൂലൈയിൽ അവരുടെ കൂടെ ന്യൂയോർക്കിലുണ്ടായിരുന്നു. അവർ അമേരിക്കയിൽ ജനിച്ചു വളർന്നവരാണ് എൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻ. അപ്പോൾ അവിടെ പറ്റിയത് എന്താ വെച്ചാൽ, ന്യൂയോർക്ക് സപ്പോസ് ടു ബി എ വെരി സേഫ് നോൺ പൊല്യൂട്ടഡ് സിറ്റി. 4 ദിവസം പുറത്തിറങ്ങരുതെന്ന് സിറ്റിയുടെ അനൗൺസ്മെൻറ്റ് വന്നു. കാരണം അൽബർട്ട എന്ന് പറയുന്ന ക്യുബക്ക്, കാനഡയിലെ ക്യുബക്ക് എന്ന് പറയുന്ന പ്രവിശ്യ ന്യൂയോർക്കിന് മുകളിലായിട്ട് വരും. അവിടെ ഒരു ഭയങ്കര കാട്ടുതീ, അതായത് ദശലക്ഷക്കണക്കിന് ഏക്കറിൽ വനം കത്തിയെരിയുന്നു. അതിൻ്റെ പുക ന്യൂയോർക്കിൽ വന്നിട്ട് 4 ദിവസം ആരും പുറത്തിറങ്ങരുത് എന്നാണ് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ട് എൻ്റെ മകളുടെ വീട്ടിലിരിക്കേണ്ടി വന്നു 4 ദിവസത്തിനുള്ളിൽ. അപ്പോൾ ഇത് കാനഡയിൽ ഈ കാട്ടുതീ എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. നമ്മുടെ ഇവിടെ അത്ര തോതിൽ കാണാനില്ല. കാരണം അതിന് വേറെ ചില കാരണങ്ങളുണ്ട് കാനഡയിൽ എന്തുകൊണ്ടുണ്ടാകുന്നുള്ളത്. അപ്പോൾ ഒരു കാലത്ത് പാശ്ചാത്യ ചിന്തകർ പറഞ്ഞിരുന്നത്, ഡെവലപ്പിംഗ് കൺട്രീസ് നമ്മളൊക്കെയാണ് ഇതുകൊണ്ട് കഷ്ടപ്പെടാൻ പോകുന്നതെന്നാണ് ഒരു കാലത്ത് അവർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു 7-8 വർഷമായി കാണുന്നത് അവരെയും ഇത് വല്ലാതെ പിടികൂടിയിരിക്കുന്നു. യൂറോപ്പിൽ ഹീറ്റ് വേവ്സ് കൊണ്ട് ആളുകൾ മരിച്ചു വീഴുന്നു, ഫ്ലഡ്സ് ഉണ്ടാകുന്നു. ജർമ്മനിയിലും പല രാജ്യങ്ങളിലും ഫ്ലഡ്സ് ഉണ്ടാകുന്നു. അമേരിക്കയിലുണ്ടാകുന്നു സൈക്ലോൺസ്, ഹറിക്കെയിൻസ് ഇൻക്രീസ് ചെയ്യുന്നു, കാട്ടുതീ ഉണ്ടാകുന്നു, ചൂട് വർദ്ധിക്കുന്നു. കാലിഫോർണിയയിൽ ഫ്ലഡ്സ് കാരണം പലയിടങ്ങളിലും ആളുകൾക്ക് താമസിക്കാൻ പറ്റാണ്ടാകുന്നു. അപ്പോൾ ഇതൊരു ആഗോള സമസ്യയായിട്ട് വികസ്വര രാജ്യങ്ങളെ മാത്രമല്ല വികസിത രാജ്യങ്ങളെ, അവരാണ് ഇതിന് കാരണക്കാർ. ചരിത്രപരമായി നമ്മൾ നോക്കുമ്പോൾ അവർ പുറത്തുവിട്ട കാർബൺ ആണ് ഇതിന് കാരണക്കാർ. അവർ ഹിസ്റ്റോറിക്കലി അവർ വളർന്നു വലുതായത്, അവർ സോ കോൾഡ് ഡെവലപ്ഡ് കൺട്രീസ് ആയതിൻ്റെ പിന്നിൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് ആണ് അതിൻ്റെ രഹസ്യം. അപ്പോൾ ഹിസ്റ്റോറിക്കലി ദേ ആർ റെസ്പോൺസിബിൾ. പക്ഷെ അവരെയും ഇപ്പോൾ അത് കടന്നു പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദിസ് ഈസ് ദ സിറ്റുവേഷൻ. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, നമ്മളിപ്പോൾ ഏതാണ്ട് 50% ഇൻക്രീസിൽ നിൽക്കുന്നു ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് മുമ്പിൽ നിന്നുള്ള. അത് നമ്മൾ ഡബിളിങ്ങിലേക്ക് പോവുക, 560 നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 560 എത്തുമ്പോഴാണ് ഞാൻ പറഞ്ഞ 3 ഡിഗ്രി പ്ലസ് സിനേറിയോ വരാൻ പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്തൊക്കെ പറ്റും? ഒന്ന്, ഞാൻ പറഞ്ഞു ഹീറ്റ് വേവ്സ് ഒരുപാട് വർദ്ധിക്കും. 2, കാടുള്ള ഇടങ്ങളിൽ ഉണ്ടാകും. 3, ഫ്ലഡ്സ് കൂടാൻ പോകുന്നത് നമ്മുടെ ഈ ട്രോപ്പിക്കൽ റീജിയൻസിലാണ് കൂടുതൽ കൂടാൻ പോകുന്നത്. അതിൻ്റെ കാരണം നമ്മുടെ അറേബ്യൻ സീയിൽ ചൂട് ഇപ്പോൾ 1.3 മുകളിൽ പോയിട്ടുണ്ട്. സീ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയും. അപ്പോൾ ഈ അറേബ്യൻ സീയിൽ ചൂട് കൂടുമ്പോൾ 2 തരത്തിലാണ് സമുദ്രത്തിൽ ചൂട് കൂടുന്നത്. ഒന്ന് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ഹീറ്റിംഗ്, 2 അതുകൊണ്ട് തെർമൽ എക്സ്പാൻഷൻ ഓഫ് ഓഷ്യൻസ് എന്ന് പറയും. ഈ 2 തരത്തിൽ സമുദ്രത്തെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഹീറ്റ് കൂടുമ്പോൾ എക്സ്ട്രാ പ്രസിപ്പിറ്റേഷൻ, അതായത് മഴ, സാധാരണ ഭാഷ പറഞ്ഞാൽ മഴ, അതിവൃഷ്ടി ഉണ്ടാകും. നമ്മുടെ 2018 അതിവൃഷ്ടിയാണ്. അത് അറേബ്യൻ സീയിൽ ഇപ്പോൾ ഒരു പ്രതിഭാസമായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ സൈക്ലോൺസ് കൂടുതലും പോകുന്നത് ഗൾഫിലേക്കായതുകൊണ്ട് നമ്മൾ ഈ മഴയും പ്രളയവും കൊണ്ട് തൃപ്തരായി കഴിയുന്നു. ആ സൈക്ലോൺസ് ലൈക്ക് അംഫൻ, കൊറോണ കാലത്ത് അംഫൻ നമ്മുടെ ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റിൽ അംഫൻ അടിച്ചപ്പോൾ അത് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റിൽ പതിച്ചു. അപ്പോൾ കേരളത്തിൻ്റെ മുകളിൽ ഈ സൈക്ലോൺസ് തിരിച്ചു വന്ന് അടിക്കില്ല എന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ഇപ്പോൾ പോയി ഒമാനിലും അവിടെ ഇവിടെയൊക്കെയാണ് പതിക്കുന്നത്. അപ്പോൾ അങ്ങനെയും കൂടെ സംഭവിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ വേറൊരു പ്രക്രിയ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ട് ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന സൈക്ലോൺസ് കേരളത്തിലൊന്നും എത്തില്ലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഈ 18-ന് ശേഷം ഇതിൻ്റെ ഒരു മീറ്റിംഗ് പോയിന്റ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ സൈക്ലോൺ ഉണ്ടായാൽ അതും കേരളത്തെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ആക്ച്വലി അതിൻ്റെ ഒരു ചെറിയ ലക്ഷണം നമ്മൾ 2017 കണ്ടാണ്. ഓക്കി വന്നപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ സൈക്ലോൺ നമ്മളെ വന്ന് അടിച്ചത് 2017 അപ്പോൾ ഇതും ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പെനിൻസുലാർ ഇന്ത്യ, ഇവിടെ ഫ്ലഡ്സിൻ്റെ സാധ്യത വളരെ കൂടും.
വടക്കേ ഇന്ത്യയിലെ ഒരുപക്ഷെ മറ്റു പലതരത്തിലെ വടക്കേ ഇന്ത്യയിലെ കാര്യം പറഞ്ഞാൽ ഞാൻ ആ സമയം വരുമ്പോൾ പറയാം. ഇവിടുന്ന് നമുക്ക് തുടങ്ങാം. ഏറ്റവും അധികം അപകട സീമയിലുള്ളത് നോർത്ത് പോളാണ്. നോർത്ത് പോൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ വലിയൊരു എന്താ പറയുക, ഹിമ മലകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം. നോർത്ത് പോളിന്റെ നടുക്ക് സമുദ്രമാണ്. നീല കളർ കാണുന്നത് സമുദ്രമാണ് നടുക്ക്. നോർത്ത് പോളും സൗത്ത് പോളും തമ്മിലുള്ള രണ്ട് പ്രധാന വ്യത്യാസം, നോർത്ത് പോളിന്റെ നടുക്ക് സമുദ്രവും ചുറ്റും കരയും, സൗത്ത് പോളില് നടുക്ക് കരയും ചുറ്റും സമുദ്രമാണ്. അതാണ് ഇതാണ് പ്രധാന വ്യത്യാസം. അപ്പൊ ഈ സമുദ്രം നിറയെ ഹിമം വീണ് ഉറഞ്ഞു കിടക്കുകയാണ് സാധാരണ വിന്ററിൽ. 6 മാസം അവിടെ വിന്റർ ആണല്ലോ, അവിടെ സൂര്യൻ ഉണ്ടാവാറില്ല, ഇരുട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഹിമം വീണ് ഇത് കവർ ചെയ്ത് കിടക്കുക എന്നുള്ളതാണ്. ഞാൻ ഇനി വായിക്കാം, അല്ലെങ്കിൽ എൻ്റെ കണക്കുകൾ തെറ്റും. അതുകൊണ്ട് ഞാൻ ഇനിയുള്ളത് വായിക്കാം. ഞാൻ എഴുതിക്കൊണ്ട് വന്നതാണ്, പക്ഷെ വായിക്കാണ്ടിരിക്കാൻ നോക്കിയതാണ്. പക്ഷേ ഒരു കാര്യം കൂടി പറയാം. ഇത് എന്നെ പോലുള്ളവർ പറയുന്ന മാത്രമല്ല, കഴിഞ്ഞ ജൂലൈ 27-ന് UN സെക്രട്ടറി ജനറൽ ന്യൂയോർക്കിൽ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ബിക്കോസ് അത് അത്രയധികം പഠനങ്ങൾ വന്നു കഴിഞ്ഞു UN-ൽ നിന്ന്, അദ്ദേഹത്തിന് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞത്, ഇറ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഹസ് എൻഡഡ്. വി ആർ ഇൻ ദ ഇറ ഓഫ് ഗ്ലോബൽ ബോയിലിംഗ്. ഗ്ലോബൽ വാർമിംഗ് ഈസ് ഓവർ ആൻഡ് വി ആർ ഇൻ ദ ഇറ ഓഫ് ഗ്ലോബൽ ബോയിലിംഗ് എന്നാണ് അന്റോണിയോ ഗുട്ടറസ് കഴിഞ്ഞ ജൂലൈ 27 നടത്തിയ പത്രസമ്മേളനത്തിൽ. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ റിപ്പോർട്ട് നെറ്റിലുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. അപ്പോൾ ഈ ഒരു കാലാവസ്ഥ അടിയന്തരാവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അദ്ദേഹം മാത്രമല്ല, 14,000 ശാസ്ത്രജ്ഞർ 21-ല് ഒരു വലിയ പ്രസ്താവന ഇറക്കി. നമ്മളിത് സോൾവ് ചെയ്യില്ല എന്നുള്ളതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. സോൾവ് ചെയ്യുന്നില്ലെങ്കിൽ അതീവ ദുരന്തമായ ഒരു ഭാവിയിലേക്കാണ് നമ്മൾ നമ്മൾ ഓടിയെടുക്കുകയാണ്. 20 വർഷം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ കാലഘട്ടത്തിൽ പോലും അത്ര വലിയ കാലഘട്ടമല്ല, അല്ലേ? ചെറിയ കാലഘട്ടം. 20 വർഷത്തിൽ നമ്മൾ ഓടിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നിയന്ത്രിക്കുന്ന ചില ഘടകങ്ങളെ എങ്ങനെ ഈ വാർമിംഗ് തകർക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരു ആഗോള ഇത് നടത്താം. അതുകൊണ്ട് ഞാൻ പറയും, ഇനി ഞാൻ വായിച്ചാലേ ശരിയാവുള്ളൂ. ഉത്തരധ്രുവത്തിൻ്റെ നടുഭാഗം സാഗരമാണ്, അതിനു ചുറ്റും കരപ്രദേശങ്ങളും. ധ്രുവസാഗര ഹിമം ലോക കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒന്ന് ഈ കാർബൺ ഡയോക്സൈഡ് വർദ്ധിക്കുമ്പോൾ ഹീറ്റ് ട്രാപ്പ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഹീറ്റ് റിഫ്ലക്ട് ബാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഹിമത്തിൻ്റെ ധവളപ്രതലമാണ്. അതിന് അൽബീഡോ എന്ന് ഞങ്ങൾ പറയും. അൽബീഡോ എന്നാണ് ആ റിഫ്ലക്റ്റിവിറ്റി കപ്പാസിറ്റിയെ പറയുന്നത്. ആ വൈറ്റ് സർഫസ് ഹിമത്തിൻ്റെ അത് ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻ റിഫ്ലക്റ്റഡ് ബാക്ക് ഇൻ ടു സ്പേസ്, അതാണ് അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ അതിൻ്റെ കണക്ക് എത്രയാന്ന് നോക്കിയാൽ, ഈ സാഗരത്തിൻ്റെ മുകളിൽ ഏതാണ്ട് ശീതകാലത്ത് 160 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയിലാണ് ഹിമം അടിഞ്ഞുകൂടുന്നത്. അതേതാണ്ട് 13 അടി ഖനം. 13 അടി ഖനത്തിൽ 160 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഏരിയയാണ് നിങ്ങൾ ആ കാണുന്ന നീല സർഫസ് കാണുന്നത്. അത് ചൂടുകാലമാകുമ്പോൾ അത് കുറയാറുണ്ടായിരുന്നു, കാരണം സൺ വരുമ്പോൾ അത് കുറേ ഉരുകിപ്പോകും. പക്ഷെ കഴിഞ്ഞ കുറേ വർഷമായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ അത് കുറഞ്ഞ 80 ലക്ഷം അതുകൊണ്ട് പകുതിയാവുകയായിരുന്നു പതിവ്. 80 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആവാം. പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷത്തെ കണക്ക് പറഞ്ഞാൽ അത് 57 ലക്ഷം ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞു. സാധാരണഗതിയിൽ 80 ആയിരുന്നത് കഴിഞ്ഞ വർഷം 1,00,000 ഭൂമിയുടെ ചരിത്രത്തിലെ 1,25,000 വർഷങ്ങളിലെ ഏറ്റവും ചൂടുള്ള വർഷമായിരുന്നു 2023. ഈ വർഷം അതിനേക്കാളും ചൂടുള്ളതായിരിക്കും എന്നാണ് ശാസ്ത്രജ്ഞർ പ്രവചിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ സമുദ്രഹിമം 57 ലക്ഷം ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞു. ദാറ്റ് ഈസ് ആക്ച്വലി അത് പറയുക, അത് ലെസ് ദാൻ 1/3 ആയിട്ട് കുറഞ്ഞു. ഖനം 13 അടിയിൽ നിന്നും ഏതാണ്ട് 6 അടിയായിട്ട് കുറഞ്ഞു സമ്മറിൽ.
അപ്പോൾ ഇതിൻ്റെ റിഫ്ലക്റ്റിവിറ്റി, കപ്പാസിറ്റി ടു റിഫ്ലക്റ്റ് ബാക്ക് സൺസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്, അത് കുറയുന്നു. അത് കാലാവസ്ഥ വീണ്ടും വർദ്ധിപ്പിക്കും, കാലാവസ്ഥ ത്വരിതപ്പെടുത്തും. അപ്പോൾ അതിൻ്റെ ആ പ്രക്രിയയ്ക്ക്, പോളുകളിൽ സംഭവിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്നത് പോളാർ ആംപ്ലിഫിക്കേഷൻ എന്നാണ്. പോളാർ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇപ്പം നമുക്കിവിടെ 1.2 ഡിഗ്രി നമ്മൾ പറഞ്ഞാൽ അത് ധ്രുവങ്ങളിൽ 1.4, ചിലപ്പോൾ അല്ല 1.4 അല്ല 2.4, ചിലപ്പോൾ 3 ഇരട്ടി വരെ പോകും. അതാണ്, ദാറ്റ് ഈസ് പോളാർ ആംപ്ലിഫിക്കേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് നടക്കുമ്പോൾ ചൂട് വീണ്ടും, ഇറ്റ്സ് എ വിഷ്യസ് സൈക്കിൾ. ഹിമം ഉരുകുമ്പോൾ ചൂട്, ഹിമം കുറയുന്നു, അതിൻ്റെ റിഫ്ലക്റ്റിവിറ്റി കുറയുന്നു, ചൂട് കൂടുന്നു. ദിസ് ഇസ് എ വിഷ്യസ് സൈക്കിൾ. പിന്നെ അതിനടുത്ത് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് അതിനടുത്തുള്ളൊരു ഐലൻഡാണ്, ഉത്തരധ്രുവത്തിലെ ഐലൻഡാണ്. അവിടെയും ഈ പറയുന്നത് പോലെ ശരാശരി 3 കിലോമീറ്റർ ഉയരമുള്ള മഞ്ഞുമലകളുണ്ട് ഗ്രീൻലാൻഡിൽ. ഗ്രീൻലാൻഡ് ഡെൻമാർക്ക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ കണക്കുകൾ നോക്കിയാൽ 17 ലക്ഷത്തിലധികം ചതുരശ്ര കിലോമീറ്ററാണ് നമ്മളാ കാണുന്ന സ്ഥലം. വൈറ്റ് സർഫസ് കാണുന്നത്, വൈറ്റ് അല്ല ക്രീം സർഫസ് കാണുന്നത്, അത് ഉരുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾറെഡി ഇറ്റ് ഈസ് ഹാപ്പനിങ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നാസ പുറത്തുവിട്ട കണക്കനുസരിച്ച് അവിടെ നിന്ന് ഒരു വർഷം, കഴിഞ്ഞ 20 വർഷങ്ങളിൽ ഓരോ വർഷവും 27,000 കോടി ടൺ ഐസ് ഉരുകി സമുദ്രത്തിലേക്ക് ഒഴുകുന്നു എന്നാണ്. അപ്പോൾ ഈ സാഗരഹിമം ഉരുകിയാൽ സമുദ്രത്തിന് നിരപ്പ് ഉയരില്ല. പക്ഷേ ഈ ഹിമം, കാരണം എന്താണ്, സാഗരഹിമം ഉയരുമ്പോൾ ഉരുകുമ്പോൾ സമുദ്രത്തിന് നിരപ്പ് ഉയരാത്തതിൻ്റെ കാരണം അത് സമുദ്രജലത്തിൻ്റെ ശുദ്ധജലം തന്നെ വലിച്ചെടുത്താണ് സാഗരഹിമം ഉണ്ടാകുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ഉരുകിയാൽ സമുദ്രനിരപ്പ് ഉയരും. അങ്ങനെ ഏതാണ്ട് 0.8 മില്ലിമീറ്റർ ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ആക്സിലറേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ ഈ മഞ്ഞുമല ഇത് അപകട സീമയിലാണെന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ പറയുന്നത്. കാരണം ഒരു വർഷം നമ്മൾ കഴിഞ്ഞ 20 വർഷമായിട്ട് 27,000 കോടി ടണ്ണാണ് നഷ്ടപ്പെടുന്നത്. ഇതൊക്കെ ഹ്യൂജാണ്. ഇത് ഒരു ദിവസം കൊണ്ട് മറിഞ്ഞു വീഴാനൊന്നും പോണില്ല. ബട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ മുകളിൽ വരാൻ പറ്റും. നമ്മളിപ്പോൾ കൊച്ചി പോലുള്ള ഒരു നഗരം 3 അടി കടൽ ഉയർന്നാൽ പോലും കൊച്ചി മുങ്ങിപ്പോവും. ബിക്കോസ് അത്ര ലോ ലെവലിലാണ് കൊച്ചി നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലൈമറ്റ് സെൻട്രൽ എന്ന് പറഞ്ഞ് ന്യൂയോർക്കിലെ ഒരു ഓർഗനൈസേഷൻ ഏതൊക്കെ സിറ്റീസാണ് മുങ്ങാൻ പോകുന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഈ 2100-നകം വളരെ പരമപ്രധാനമായ സിറ്റിയിൽ, ലോകത്തിലെ മിക്കവാറും സിറ്റീസ് ഒന്നിൽ നദിയുടെ കരയിലായിരിക്കും, അല്ലെങ്കിൽ കടലിൻ്റെ കരയ്ക്കായിരിക്കും സിറ്റീസ് ഉണ്ടാവുക സാധാരണഗതിയിൽ. എല്ലായിടത്തെ കാര്യമാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പല ലോക സിറ്റീസും മുങ്ങിപ്പോകാനുള്ള, ഈ നൂറ്റാണ്ടിൽ മുങ്ങാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്ത. അവർ ഓൾറെഡി ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യാൻ പണി തുടങ്ങിക്കഴിഞ്ഞു. അവർ വേറൊരു ഇടത്ത് പണി തുടങ്ങിക്കഴിഞ്ഞു ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യാൻ. പിന്നെ വേറൊന്ന് ആഫ്രിക്കയിലെ ഒരു നഗരം, പെട്ടെന്ന് എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല. ഈ 2 നഗരങ്ങളാണ് ആദ്യം മുങ്ങാൻ പോകുന്നത്. ഇറ്റ്സ് ബിക്കോസ് അവർ ബിലോ സീ ലെവലാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഒന്ന്, ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ നമ്മൾ ദക്ഷിണ ധ്രുവത്തിലേക്ക് പോയാൽ അടുത്ത ഇതാണ് ദക്ഷിണ ധ്രുവത്തിൻ്റെ, ഞാൻ പറഞ്ഞ നടുക്ക് കരയും ചുറ്റും സമുദ്രമാണ്. അപ്പോൾ ഈ കരയിൽ മാത്രം അവിടെ ഈ ലോകത്തിലെ 90% ഹിമവും ഇരിക്കുന്നത് ഇവിടെയാണ്. 98% ഇവിടെയാണ് ഇരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഉയരവും വ്യാപ്തിയൊക്കെ വളരെ വലുതാണ്. ഇവിടെയും സമുദ്രഹിമമുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ ഉരുകിയാൽ അൽബീഡോ കുറയും എന്നുള്ളതല്ലാണ്ട് കടലിൽ നിന്ന് ഉയരില്ല. പക്ഷേ ഈ അന്റാർട്ടിക്ക ഉരുകിയാൽ 270 അടി വരെ കടൽ ഉയരും. ഇതൊന്നും ആരുടെയെങ്കിലും ഇതല്ല, ഇത് പാലിയോ ക്ലൈമറ്റ് സ്റ്റഡീസിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. 270 അടി എന്ന് വെച്ചാൽ ഭൂമിയുടെ ഏതാണ്ട് 3/4 ഭാഗം പോകും കടൽ മൂന്നും. ശരി, അതൊന്നും ഒരു ദിവസം ഉരുകാൻ പോകുന്നില്ല. പക്ഷേ ഉരുകി തുടങ്ങിയിരിക്കുന്നു അവിടെയും ദക്ഷിണ ധ്രുവവും. അതിൻ്റെ കണക്കുകൾ നിങ്ങൾ പറഞ്ഞാൽ ഈ കരയ്ക്ക് ചുറ്റുമുള്ള സമുദ്രഹിമം അതേതാണ്ട് 23 ജൂണിൽ 117 ദശലക്ഷമായി കുറഞ്ഞു. അത് എത്രയായിരുന്നു എന്ന് നോക്കിയാൽ
ഒരു മിനിറ്റ്, ഞാൻ വായിച്ചല്ലോ. ഓക്കെ. അതായത് ഈ കരയെന്ന് പറയുന്നത് 136 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. അത്രയും വിസ്തീർണവും 2 കിലോമീറ്റർ തൊട്ട് 3 കിലോമീറ്റർ വരെ ഉയരമുള്ള മഞ്ഞുമലകളാണ് ആ കരഭാഗം കാണിക്കുന്നത്. സമുദ്രം 230 ഞാൻ പറഞ്ഞ കണക്ക് തെറ്റിയാണ്, ഞാൻ പറഞ്ഞ വായിച്ചാലേ ശരിയാവുള്ളൂ. ഇതെല്ലാം ഉരുകിയാൽ 239 അടിയാണ് സമുദ്രം ഉയരാൻ പോകുന്നത്, അതായത് 73 മീറ്റർ. ഇത് ഉരുകി തുടങ്ങിയിരിക്കുന്നു, ഒരു ദിവസം കൊണ്ടൊന്നും ഇത് സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ദ പ്രോസസ് സ്റ്റാർട്ടഡ്. ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. നമുക്ക് 239 അടി ഉയരണ്ടെന്നും അന്ന് പിന്നെ ലോകമില്ല. ഓക്കെ, നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞ പോലെ പ്രളയത്തിൽ മുങ്ങും ഒരുപക്ഷെ, അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ എപ്പിക്സിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഈവൻ ഫ്യൂ ഫീറ്റ് 5 അടി 6 അടിയൊക്കെ നമുക്ക് നമ്മുടെ സിറ്റീസ് എല്ലാം കൊണ്ടുപോകും. നമ്മുടെ എക്കണോമിക് പ്രോസസ്സ് നടക്കുന്നത് കൂടുതലും സിറ്റീസിലാണ്. അപ്പോൾ സിറ്റീസ് മുങ്ങുമ്പോൾ ഇക്കോണമി തകരും. ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, അപ്പോൾ ഇതും അപകടത്തിലാണ്. അവിടെ നിന്നും മഞ്ഞ് അതിൻ്റെ കണക്കെന്ന് വെച്ചാൽ അവിടെ നിന്ന് വർഷം തോറും 15,000 കോടി ടൺ ഐസ് ഉരുകും. ഇതെല്ലാം നാസ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിക്കും. നാസയുടെ സാറ്റലൈറ്റ് വ്യൂഹം ഉണ്ട്, ഗ്രേസ് എന്നാണ് അതിന് പറയുന്നത്. അത് 4 or 5 സാറ്റലൈറ്റ്സ് ആണ് കംപ്ലീറ്റ്. ഇതിന് ക്രയോസ്ഫിയർ എന്നാണ് ഈ ഐസ് എല്ലാം ഇരിക്കുന്ന പ്രദേശങ്ങളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ പറയുന്നത് ക്രയോസ്ഫിയർ എന്നാണ്. അപ്പോൾ ക്രയോസ്ഫിയർ സ്റ്റഡി ചെയ്യാൻ മാത്രമായിട്ടാണ് നാസ ഈ സാറ്റലൈറ്റ് വ്യൂഹം ഉണ്ടാക്കിയേക്കുന്നത്. ഗ്രേസ് എന്നാണ് അതിൻ്റെ പേര്. അത് വെച്ചിട്ടാണ് നമ്മളിത് കണ്ടെത്തുന്നത്, എത്ര ഉരുകുന്നു. പിന്നെ അവിടുന്ന് ലേസർ ഉപയോഗിച്ച് ഡെപ്തും പഠിക്കാൻ പറ്റും. അൾട്രാസോണിക്കും ലേസറും ഒക്കെ വെച്ചിട്ട് ഈ പുതിയ ടെക്നോളജി വലിയ തോതിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പഠിക്കാൻ വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാരീസിലിരിക്കുന്ന വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷന് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഡേറ്റയും കിട്ടും ഓൺലൈൻ. അങ്ങനെ ഇപ്പോൾ ഇത്തരത്തിൽ ടെക്നോളജി നമ്മൾ വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും 15,000 കോടി ടൺ നഷ്ടമാകുന്നുണ്ട്. അടുത്ത സ്ലൈഡ്. എനിക്ക് ഇത്തിരി ഫാസ്റ്റായി പോകേണ്ടി വരും, അല്ലെങ്കിൽ സമയത്തിന് തീർക്കാൻ പറ്റില്ല. അടുത്ത ഇത് 3ാം ധ്രുവം എന്ന് പറയുന്നതാണ്, ഹിന്ദുക്കുഷ് ഹിമാലയാസ്. ഇവിടെ 2% ഹിമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഏതാണ്ട് 1,22,500 ചതുരശ്ര കിലോമീറ്ററിൽ ഈ ഹിമം വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഹിന്ദുക്കുഷ് ഹിമാലയാസ് രാജ്യങ്ങൾ കണ്ടല്ലോ, ഇന്ത്യ കൂടാതെ ധാരാളം രാജ്യങ്ങൾ, ചൈന, സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സ്, പാകിസ്ഥാൻ, ബർമ, പിന്നെ മെക്കോങ് എന്ന് പറയുന്ന മലേഷ്യയുടെ ആ ഭാഗം, തായ്ലൻഡ്, മലേഷ്യ ആ ഭാഗം, ഇവിടെ എല്ലാം വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് ഹിന്ദുക്കുഷ് ഹിമാലയാസ്. ഇതിൻ്റെ ഹിമം ഞാൻ പറഞ്ഞതുപോലെ വളരെ ഹിമത്തിൻ്റെ തോത് വളരെ കുറവാണെങ്കിലും അതിൻ്റെ വ്യാപ്തി ഭയങ്കര കൂടുതലാണ്. അത് മാത്രമല്ല, അവിടെ നിന്ന് 10 പ്രധാന നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ 10 പ്രധാന നദികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗംഗ അതിലൊന്നാണ്, ബ്രഹ്മപുത്ര വേറൊന്നാണ്. ഗംഗയുടെ ട്രിബ്യൂട്ടറിയാണ് യമുന. ഗംഗ മുഴുവൻ ഹിമ ജലമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഗംഗയുടെ ഉത്ഭവസ്ഥാനത്ത് പോയി കണ്ടിട്ടുള്ള ഒരാളാണ്. ഗോമുഖ് എന്ന് പറയുന്ന ഗംഗ ഉത്ഭവിക്കുന്ന അവിടെ ഗ്ലേസിയറിൽ പോയി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലേസിയറുകൾ ഉരുകുമ്പോൾ നമ്മുടെ നദികൾ അപകടത്തിലാവാണ്, എല്ലാവരുടെയും നദികൾ. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഒരു സമസ്യ എന്ന് പറഞ്ഞാൽ, ഒരു മിനിറ്റ്, ഞാൻ ഏതാണ്ട് 150 കോടി ജനങ്ങളുടെ ജീവിതം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുള്ളതാണ്. ഈ നദികളും ഈ റിവർ ബേസിൻസും. ജീവിതം എന്ന് വെച്ചാൽ കുടിവെള്ളം, കൃഷി. അപ്പോൾ ഇവിടെ ഈ ഹിന്ദുക്കുഷ് ഹിമാലയാസിൽ ഓൾറെഡി ഏതാണ്ട് 25% ഹിമം നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടോയെന്നറിയില്ല, സിക്കിമിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഡാം പൊട്ടി, ഒരു വെള്ളം ഒഴുകി വന്നൊരു ഡാം പൊട്ടുകയും 100 പേര് മരിക്കുകയൊക്കെ ചെയ്തു. അതിന് ഗ്ലേഷ്യൽ ഔട്ട്ഫ്ലോ എന്നാണ് പറയുന്നത്, ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ഫ്ലോ എന്നാണ് അതിന് പറയുക. അതിപ്പോൾ ഹിമാലയത്തിലാണ്ട് 26,000 ഗ്ലേഷ്യൽ ലേക്സ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ഈ മഞ്ഞുരുകിട്ട്. അത് കെട്ടി നിന്നിട്ടാണ് ഉത്തരാഖണ്ഡിലും സിക്കിമിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ലോകം മൊത്തം നമ്മുടെ ഈ ഏരിയ കംപ്ലീറ്റ് സംഭവിക്കുന്നുണ്ട്. ഞാൻ ഇന്ത്യയുടെ ചില കേസ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതാണ്ട് ഈ 25% സ്നോ ഓൾറെഡി പോയി കഴിഞ്ഞു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് തന്നെ പറയുന്നത് ഏതാണ്ട് 2100 ആകുമ്പോഴേക്കും ഹിമവാന്റെ ഈ മഞ്ഞിൻ്റെ സ്രോതസ് ഏതാണ്ട് പൂർണ്ണമായി നഷ്ടമാകുമെന്നാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്, വേറെ ആരുടെ അല്ല. ഗ്ലോബൽ സ്റ്റഡീസ് വേറെയുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയിൽ മാത്രം 50 കോടി ജനങ്ങളുടെ, അതായത് ഗംഗ യമുന ബേസിൻസിൽ ജീവിക്കുന്ന
50 കോടി ജനങ്ങളുടെ ജീവിതത്തെ താറുമാറാക്കും അല്ല. അപ്പോൾ ഇത് 1.5 ഡിഗ്രിയാണ് ഇതിൻ്റെ, അതായത് 27 ഞാൻ പറഞ്ഞില്ലേ, ബിറ്റ്വീൻ 1.5 ഡിഗ്രി ആൻഡ് 2 ഡിഗ്രി ഈ ഹിമം, ബിക്കോസ് ഇത് വളരെ നേർത്താണ്, നേർത്തെന്ന് വെച്ചാൽ മേ ബി 6-7 അടി ഖനയുണ്ടാവുള്ളൂ, ഇത് ഉരുകിപ്പോകും. ഈ വർഷം നിങ്ങൾ ഇത് ആരെങ്കിലുമൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, എല്ലാവരുടെയും കയ്യിൽ ഇതുണ്ടല്ലോ, ഇത് ഫലപ്രദമായിട്ടൊന്ന് ഉപയോഗിച്ചാൽ ഈ വർഷം കാശ്മീരിൽ വരൾച്ചയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. കാശ്മീരിൽ ഹിമം വീണത് വളരെ കുറവാണ്. ജേലം നദിയിൽ വെള്ളമില്ല, ഹിമം ഇല്ലാത്തതുകൊണ്ട്, മനസ്സിലായോ? അപ്പോൾ രണ്ട് സൈഡിലും, പാകിസ്ഥാൻ്റെ സൈഡിലും നമ്മുടെ സൈഡിലും 25% ലെസ് ഹിമമേ വീണിട്ടുള്ളൂ. അതുകൊണ്ട് ടൂറിസ്റ്റുകൾ പോകാണ്ടായി, അങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഇത് തേർഡ് പോളിൻ്റെ അവസ്ഥയാണ്. അടുത്തത് എനിക്ക് ഫാസ്റ്റ് ഫോർവേഡ് ആയാൽ പറ്റും. ഇതാണ്, ഇത് വളരെ ചുരുക്കി ഞാൻ പറയുന്നുള്ളൂ, ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് ലോക കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന കടലിൻ്റെ സർഫസിലും അടിയിലുള്ള ഒരു കൺവെയർ ബെൽറ്റ് പോലുള്ള ഒരു സാധനമാണ്. ഇതിനെ എമോക് എന്നാണ് പറയുന്നത്, അറ്റ്ലാന്റിക് മെറിഡിയണൽ ഓവർടേണിംഗ് സർക്കുലേഷൻ എന്ന് ശാസ്ത്രീയമായി പറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ദ ഗ്രേറ്റ് ഓഷ്യൻ കറണ്ട് എന്ന് പറയാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ അതിനടുത്ത് പോയി പറഞ്ഞാൽ ഒരുപക്ഷെ എഫക്റ്റീവ് ആവുള്ളൂ. ഇത് പ്രവർത്തിക്കുന്ന രണ്ട് തരത്തിലാണ്. ഒന്ന്, ഈ സമുദ്രജലത്തിൽ ലവണ സാന്ദ്രത കൂടുമ്പോൾ അത് ഡൗൺ വെല്ലിംഗ് ഉണ്ടാവും. ലവണ സാന്ദ്രത കൂടുകയും, അതാണ് ഡെൻസിറ്റി, അതാണ് ഒരു പ്രശ്നം. അപ്പോൾ വെള്ളത്തിൻ്റെ ഡൗൺ വെല്ലിംഗ് ഉണ്ടാവും. അങ്ങനെ നോർത്ത് പോളിൻ്റെ അടുത്ത് ഡൗൺ വെല്ലിംഗ് ഉണ്ടാവുകയും ഇപ്പുറത്ത് വന്നിട്ട് അപ്പ് വെല്ലിംഗ് ഉണ്ടാവുകയും ചെയ്തിട്ടാണ് അങ്ങനെ ഒരു കറണ്ട് രൂപപ്പെടുന്നത്. ഈ കറണ്ട് നമ്മുടെ ട്രോപ്പിക്സിൽ നിന്നും ഭൂമിക്കടിയിൽ നിന്നുള്ള ഹീറ്റ് കൃത്യമായി ശാസ്ത്രജ്ഞർക്കും ഇതിൻ്റെ പ്രവർത്തനം മനസ്സിലായിട്ടില്ല. അത് ആ റെഡ് പോർഷൻ കാണുന്നത് ആ ഹീറ്റ് സർക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയുടെ പല ഭാഗങ്ങളിലും ഈവൻ നമ്മുടെ മൺസൂണിനെ പോലും നിയന്ത്രിക്കുന്നത് ഈ അണ്ടർസീ കറണ്ടാണ്. ഇതിനെക്കുറിച്ചൊന്നും പൊതുജനത്തിന് വലിയ ധാരണയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ ഏറ്റവും പുതിയ പഠനം വന്നേക്കുന്നത് 2025 ഇത് അപകടസീമയിലേക്ക് നീങ്ങുമെന്നാണ്. ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്നത് നമ്മുടെ മൺസൂൺ തകരാറിലാകാം, പിന്നെ യൂറോപ്പ് ഒരുപക്ഷെ ഒരു ശീത അവസ്ഥയിലേക്ക് പോകാം, യൂറോപ്പിൽ കാലാവസ്ഥ ഡ്രോപ്പ് ചെയ്യാനുള്ള വലിയ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഇത് പറഞ്ഞു തീർക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം. അപ്പോൾ ദിസ് ഈസ് അനദർ ഡേഞ്ചർ പോയിന്റ്. നെക്സ്റ്റ്, പിന്നെ ഇത് ഭൂമിയുടെ 24% വടക്കൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ 24% ഭൂമി സ്ഥിരമായി ഉറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്, തണുത്തുറഞ്ഞു കിടക്കുന്ന സബ്സീറോ ടെമ്പറേച്ചർ, പെർമഫ്രോസ്റ്റ് എന്ന് പറയും. അത് കൂടുതലും സൈബീരിയയാണ്. വടക്ക് നിങ്ങൾ അപ്പുറത്തെ സൈഡ് നോക്കൂ, റഷ്യയുടെ സൈബീരിയയാണ് കൂടുതലും അതിനകത്തുള്ളത്. അത് റഷ്യൻ ഫെഡറേഷൻ്റെ 70% സ്ഥലവും സൈബീരിയയിൽ ഇങ്ങനെ തണുത്തുറഞ്ഞിടക്കുന്ന പ്രദേശമാണ്. ഇപ്പുറത്തുണ്ട്, കാനഡയിലും അലാസ്കയിലും എല്ലാം ഉണ്ട്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ തണുത്തുറഞ്ഞിടക്കുന്ന വെച്ചാൽ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് മുകളിൽ 50 ലക്ഷം ജനങ്ങൾ ജീവിക്കുന്നുണ്ട് ഈ പ്രദേശത്തെല്ലാം കൂടെ. പിന്നെ സോവിയറ്റ് റഷ്യയുടെ കാലത്ത് അവിടെ സൈബീരിയ ഇൻഡസ്ട്രിയലൈസ് ചെയ്തപ്പോൾ അവിടെ കൂടുതലും സോവിയറ്റ് റഷ്യയുടെ എണ്ണ കുഴിച്ചെടുക്കുന്നത് സൈബീരിയ ആ ഭാഗത്താണ്, എണ്ണയും പ്രകൃതി ഭാഗം. അപ്പോൾ അവിടെ ഒരുപാട് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ സംഭവിക്കുന്ന ചൂട് കൂടിയിട്ട് ഇവിടെ സംഭവിക്കുന്നത്, ഇത് ബൈൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഭൂമിക്കടിയിലുള്ള ഐസ് കട്ടകളാണ്. ഈ മണ്ണിനെയും ജൈവാംശത്തെയും കൂട്ടി നിർത്തി പിടിച്ചു നിർത്തിയിരിക്കുന്നത്, കടുപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ ഉരുകി തുടങ്ങിയിരിക്കുന്നു. ആ ഐസ് ഉരുകുന്നു ചൂട് കൂടുന്നത് കാരണം. അപ്പോൾ ഈ ഭൂമി ഇടിഞ്ഞു താഴുന്നു. അപ്പോൾ ഈ അവിടെ വസിക്കുന്ന ജനങ്ങൾക്കും, പിന്നെ അതുകൂടാണ്ട് വേറൊരു വലിയ അപകടം, ചൂട് കൂടുമ്പോൾ ഇതിനടിയിൽ ഒരുപാട് ബാക്ടീരിയാസ്, അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസ് ഫ്രീസ് ചെയ്ത് കിടപ്പുണ്ട്. അവർ ആക്റ്റീവായിട്ട് ഇതിനകത്തുള്ള ജൈവ വസ്തുവിൽ വർക്ക് ചെയ്തിട്ട് മീഥെയിൻ എന്ന് പറയുന്നൊരു വാതകം പുറത്തേക്കിടും. മീഥെയിൻ എന്ന് പറഞ്ഞാൽ സാറിന് നിങ്ങൾ പറയുന്ന നാച്ചുറൽ ഗ്യാസ് തന്നെയാണ്. പക്ഷെ മീഥെയിൻ ഈസ് അബൌട്ട് 25 to 30 times മോർ പൊട്ടൻറ്റ് ദാൻ കാർബൺ ഡയോക്സൈഡ്. ക്ലൈമറ്റ് ചേഞ്ച് സൃഷ്ടിക്കാൻ അതൊരു വലിയ, ഇറ്റ്സ് കോൾഡ് എ ക്ലൈമറ്റ് ബോംബ്. 24% കരാഭൂമിയാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇത് ഇടിഞ്ഞു താഴുന്നതാണ്. അതിൻ്റെ എത്ര ഭീകരമായ അവസ്ഥ ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കാം. നെക്സ്റ്റ്, ഇത് സൈബീരിയയിലെ ഒരു ഒറ്റ ക്രേറ്ററാണ്, ബട്ടഗായിക ക്രേറ്റർ എന്ന് പറയുന്നതിന്. ഇതുപോലെ 400-ലധികം ക്രേറ്റേഴ്സ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ പെർമഫ്രോസ്റ്റ് റീജിയനിൽ. ഇടിഞ്ഞു താഴുകയാണ്. ഇത് 1 കിലോമീറ്റർ നീളവും 260 അടി താഴ്ചയുള്ള ക്രേറ്ററാണ്. ഇത് മൗത്ത്സ് ടു ഹെൽ എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ ഇതിനെ വിളിക്കുന്നത്. നരകത്തിലേക്കുള്ള വായ തുറന്നിരിക്കുന്നതാണ്
ബട്ടഗായ ക്രേറ്റർ പോലുള്ള ധാരാളം സൈബീരിയയിൽ ഉണ്ടാവുന്നു. അപ്പോൾ ഇത് ഇറ്റ്സ് എ ക്ലൈമറ്റ് ബോംബ്. ഈ ജൈവ വസ്തുവെല്ലാം മൈക്രോ ഓർഗാനിസംസ് ദ്രവിപ്പിച്ച് മീഥേൻ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു വേഴ്സൺ ക്ലൈമറ്റ് ചേഞ്ച്. അതാ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതൊരു വലിയ വിഷ്യസ് സർക്കിളായിട്ട് ക്ലൈമറ്റ് ചേഞ്ച് മാറിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ്, ആമസോണിൻ്റെ വ്യാപ്തിയെക്കുറിച്ചൊന്നും ഞാൻ കണക്ക് പറയാൻ നിൽക്കുന്നില്ല. ഇറ്റ്സ് ഹ്യൂജ്. ദ ബിഗസ്റ്റ്, ഈ ഭൂമിയുടെ ശ്വാസകോശമെന്ന് നമ്മൾ വിളിക്കുന്ന 8 രാജ്യങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന വലിയ നദീതടം, അത് ആയിരക്കണക്കിന് ട്രിബ്യൂട്ടറീസ് ഉള്ള ഒരു നദിയാണ് ആമസോൺ. ഇത് 17% കാട് ഇല്ലാണ്ടായി കഴിഞ്ഞു. കൂടുതലും ബീഫ് ഇത് വളർത്താനായിട്ട്, കാലി വളർത്തലിനായിട്ട് അമേരിക്കയിലേക്കും ചൈനയിലേക്കും ബീഫ് കയറ്റുമതി ചെയ്യാനായിട്ട് കാട് നശിപ്പിച്ച് ഇപ്പോൾ അത് ജെയർ ബോൾസനാരോ എന്ന് പറയുന്ന കഴിഞ്ഞ പ്രസിഡന്റ് ബ്രസീലിൻ്റെ, അയാളുടെ ഭരണകാലത്താണ് മാക്സിമം ഡാമേജ് ഉണ്ടാക്കിയത്. അയാൾ പോയി കഴിഞ്ഞ് ഡിസിൽവ വന്നതിന് ശേഷം കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ നാശം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാളും, ഈവൻ ഡിസിൽവ ഈസ് ഓൾസോ ലൂസനിങ് ഹിസ് ദിസ് തിങ് എന്നാണ്, റെഗുലേഷൻസ് എന്നാണ് ഇപ്പം ഞാൻ അവസാനം കണ്ടത്. അപ്പോൾ ഇത് അപകടസ്ഥിതി. ഇതിൻ്റെ പ്രാധാന്യം വെച്ചാൽ ഇതിന് ഏതാണ്ട് 150 ബില്യൺ ടൺ ഇവിടെ കാർബൺ ഇതിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് 15,000 കോടി ടൺ ഈ വനത്തിലിരിക്കുന്നുണ്ട്. അപ്പോൾ വനം നശിപ്പിക്കുമ്പോൾ നമ്മളത് റിലീസ് ചെയ്യാണ്. പിന്നെ വർഷം തോറും 20,000 ടൺ അവിടെ കാർബൺ പിടിച്ചെടുക്കുന്നുണ്ട് ഈ മരങ്ങൾ. 17% നാശത്തിലാണ്. അനദർ അബൌട്ട് 17% ഈസ് ഡിഗ്രേഡഡ്. രണ്ടാമത്തെ, അടുത്ത സെക്കൻഡ് ബിഗസ്റ്റ് ലങ് എന്ന് പറയുന്നത്, അപ്പോൾ ഈ ആമസോൺ നശിക്കുമ്പോൾ അവിടുത്തെ മൺസൂണൊക്കെ താറുമാറായി തുടങ്ങിക്കഴിഞ്ഞു. ലൂസിയാന ഗാറ്റി എന്ന് പറയുന്ന അവിടുത്തെ ശാസ്ത്രജ്ഞരുണ്ട് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, അവർ കരയുന്ന വീഡിയോ നിങ്ങൾക്ക് നെറ്റിൽ കാണാം ആമസോണിൻ്റെ നാശത്തെക്കുറിച്ച്. ലൂസിയാന ഗാറ്റി 25 വർഷമായിട്ട് ആമസോണിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞയാണ്. അടുത്ത്, അപ്പോൾ ഭൂമിയുടെ രണ്ടാമത്തെ ലങ് എന്ന് പറയുന്നത് ആഫ്രിക്കയിലാണ് ഇരിക്കുന്നത്, കോങ്കോ ബേസിൻ. ഇത് ആമസോണിനേക്കാളും കുറച്ച് ചേർന്നാണ്. ഇനി ഞാൻ കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല, കാരണം സമയത്തിന് അവസാനിപ്പിക്കുന്നത്. ഇത് ഇപ്പോൾ വലിയ തോതിൽ ഇവിടെ എണ്ണ ഖനനവും മിനറൽ ഖനനവും തുടങ്ങിയിട്ടുണ്ട്. വെസ്റ്റേൺ കമ്പനീസാണ് കൂടുതലും എണ്ണ ഖനനത്തിന് പോയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കോങ്കോ, DRC എന്ന് പറയുന്ന രാജ്യത്ത് ആണ് കൂടുതലും ഈ കോങ്കോ ബേസിൻ ഫോറസ്റ്റ് ഉള്ളത്. ഫോറസ്റ്റ് കൂടാണ്ട് അവിടെ പീറ്റ് ലാൻഡ്സ് എന്ന് പറയുന്ന ഈ ചതുപ്പ് സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. ഇതെല്ലാം ഖനനത്തിലൂടെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് അതർ ബിഗ് ത്രെറ്റ്. അപ്പോൾ നെക്സ്റ്റ്, ഞാൻ ചിലതൊക്കെ പറയുന്നുള്ളൂ, വേറെ ഒരുപാട് സംഗതികൾ പറയാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് വേണ്ടത് നമ്മുടെ കരയെ കടലെടുക്കുന്ന, ഉഷ്ണക്കാറ്റ് വീശിയടിക്കുന്ന, കാടുകളില്ലാണ്ടായ, പ്രളയം കൊണ്ട് നശിക്കുന്ന ഉള്ള ഒരു ഭൂമിയാണോ നമ്മുടെ മക്കൾക്കും ചെറുമക്കൾക്കും നമ്മൾ കൈമാറ്റം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട സമയം അധികരിച്ചിരിക്കുന്നു. ഇതിന് സാമ്പത്തിക പ്രക്രിയയായിട്ടുള്ള പ്രാധാന്യം മനസ്സിലാക്കാത്തിടത്തോളം, സാമ്പത്തിക പ്രക്രിയയെ പുനർക്രമീകരിക്കാത്ത കാലത്തോളം ഇതിന് നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. ഉൾറിച്ച് ബെക്ക് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞനുണ്ട്, സോഷ്യോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹം 2015 മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു തിയറി ഉണ്ട്, റിസ്ക് സൊസൈറ്റി എന്ന് പറയുന്നത്. സോഷ്യോളജിയിലെ ഒരു വലിയ തിയറിയാണ്, വളരെ പ്രാധാന്യം നേടിയ. അപ്പം നമ്മളൊരു റിസ്ക് സൊസൈറ്റി, വിപത്തുകളുടെ ഒരു സമൂഹമായി മാറിക്കഴിഞ്ഞിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മളിതൊക്കെ പറയുന്നത് മോഡേണിറ്റിക്കോ മോഡേണൈസേഷനോ എതിരല്ല. ബട്ട് മോഡേണൈസ് ചെയ്യുമ്പോൾ യു ഷുഡ് റിഫ്ലക്റ്റ് ഓൺ ഇറ്റ്. അദ്ദേഹം പറഞ്ഞ വാക്ക് റിഫ്ലെക്സീവ് മോഡേണൈസ്, റിഫ്ലക്റ്റീവ് എന്നല്ല, റിഫ്ലെക്സീവ് മോഡേണൈസേഷൻ ആണ് ഇനി വേണ്ടത്. നമ്മളൊരു പദ്ധതി ഏറ്റെടുക്കുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു വലിയ മെഗാ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതി എടുക്കുന്നു, അതിന് എത്ര ലക്ഷം ടൺ മണ്ണോ മണലോ പാറയോ വേണമെന്നുള്ളത് പഠിക്കണം. അത് നമ്മുടെ പ്രകൃതി എങ്ങനെ ഹനിക്കും എന്നുള്ളത് പഠിക്കണം. അതിനുണ്ടാകുന്ന ഇമ്പാക്റ്റ് പഠിക്കണം. അതിന് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടോ എന്ന് പഠിക്കണം. ഞാൻ പ്രോജക്റ്റിൻ്റെ പേരുകളിലേക്കൊന്നും പോണില്ല. കേരളത്തിൽ തന്നെ എനിക്ക് നല്ല ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ബദലുകൾ ആലോചിക്കാതെ നിക്ഷേപം എന്ന് വെച്ചാൽ ഈസ് ഈക്വൽ ടു വികസനം എന്നുള്ള ഒരു ധാരണയിലേക്ക് ധാരാളം ആളുകൾ കേരളത്തിൽ നീങ്ങിയിട്ടുണ്ട്.
നിക്ഷേപം ഉണ്ടെങ്കിൽ വികസനമായി. അപ്പോൾ ഇതിൻ്റെ വരും വരായികളെക്കുറിച്ച് ഇത് നമ്മുടെ പ്രകൃതിയെ എങ്ങനെ ഹനിക്കും? കേരളം ഓൾറെഡി ഞാനിപ്പോൾ കേരളത്തിൻ്റെ പാരിസ്ഥിതിക ചരിത്രം എഴുതിയിട്ടുള്ളത് കൊണ്ട് കേരളം എത്ര നാശോന്മുഖമാണെന്ന് മുകളിൽ നിന്ന് വിമാനത്തിൽ വന്നിറങ്ങുന്ന ടൂറിസ്റ്റുകളൊക്കെ കേരളം കാണുമ്പോൾ കോൾമേർ കൊള്ളും. കാരണം പച്ചപ്പ് കാണുമ്പോൾ കോൾമേർ കൊള്ളും. പക്ഷേ പരിസ്ഥിതിയെക്കുറിച്ച് അറിയാവുന്നവർക്ക് കേരളം എത്ര അപകടാവസ്ഥയിലാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഞാൻ വരുന്ന വഴി ഡോക്ടർ MP പരമേശ്വരൻ്റെ അടുത്ത് കയറിയിരുന്നു. ഞാനിവിടെ തൃശ്ശൂർ വരുമ്പോഴൊക്കെ അദ്ദേഹത്തെ കാണാറുണ്ട്. അദ്ദേഹം ഞാനിവിടെ ചർച്ച ചെയ്യായിരുന്നു എങ്ങനെയാണ് ഇതിനെ നേരിടുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജനങ്ങളിറങ്ങിയാൽ മാത്രമേ ഇത് നേരിടാൻ പറ്റുള്ളൂ. ദിസ് നോ അതർ വേ. ജനങ്ങൾ ബോധവാന്മാരാകുമ്പോൾ രാഷ്ട്രീയവും മാറും. ഓക്കെ, ബിക്കോസ് പൊളിറ്റീഷ്യൻസിന് വോട്ടിനെ കുറിച്ചാണ് അവരുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ധാരണ അതിനെക്കുറിച്ചാണ്. അപ്പോൾ അത് ജനങ്ങൾ കേരളീയ പൊതുബോധത്തിൽ, ഞാൻ ഈയിടെ തിരുനാവായയിൽ കഴിഞ്ഞ 5-ാം തീയതി ജനുവരി 5-ാം തീയതി അവരെന്നോട് 4 ദശകങ്ങളിലെ കേരളത്തിലെ പാരിസ്ഥിതിക ചിന്തയുടെ അതിൻ്റെ വളർച്ചയോ തളർച്ചയോ ഒന്ന് അനലൈസ് ചെയ്യാൻ പറഞ്ഞു. സംസ്കൃത സർവകലാശാലയുടെ ഒരു സെമിനാറിൽ ഞാൻ സംസാരിക്കണ്ടായി. ഞാൻ പറയണേ, നമ്മൾ പുറകോട്ടടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഡോക്ടർ NV കൃഷ്ണവാര്യരെ പോലുള്ള, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ സഖാവ് P. ഗോവിന്ദപിള്ളയെ പോലുള്ള ആളുകൾ നമ്മുടെ ഇടയിലില്ല. മാർക്സ് എന്ന് പറഞ്ഞാലും ഞാൻ സൈലന്റ് വാലിയെ എതിർക്കും എന്ന് പറഞ്ഞത് P. ഗോവിന്ദപിള്ളയാണ്, സഖാവ് P. ഗോവിന്ദപിള്ള. സൈലന്റ് വാലിക്കെതിരെ വാരികയിൽ എഡിറ്റോറിയൽ എഴുതിയതിന് പത്രമുതലാളി പറഞ്ഞത് പത്രത്തിൻ്റെ നയത്തിനെതിരാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ NV കൃഷ്ണവാര്യർ പറഞ്ഞത് പത്രത്തിൻ്റെ നയം മാറ്റിക്കൊള്ളുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിഭാശാലികൾ നമ്മുടെ ഇടയിലില്ല. അതിനെക്കുറിച്ച് സംസാരിക്കാനില്ല. മുഖ്യധാര ഏതാണ്ട് നിശ്ചലമാണ്. മുഖ്യധാരയിൽ ഈയിടെ ഉണ്ടായ ഒരു വലിയ പ്രതിരോധം ഞാൻ മറക്കുന്നില്ല. പക്ഷെ അതിന് വേറെ രാഷ്ട്രീയ വശങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ ആസ് എ സൊസൈറ്റി നമ്മൾ എൻവയോൺമെൻറ്റൽ അവയർനെസ് ഏതാണ്ട് ഇല്ലാണ്ടായി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ പുസ്തകം പരിസ്ഥിതി ചരിത്രം നന്നായി വീക്കുണ്ട്, അത് വേറെ പ്രശ്നം. ഞാൻ കൂടുതലും പ്രളയ ദുരിതാശ്വാസത്തിനാണ് എൻ്റെ കാശ് കൊടുത്തത്. ഞാൻ ഇതുവരെയും കാശൊന്നും മേടിച്ചിട്ടില്ല. അത് 3 എഡിഷനായി 2017 ഇറങ്ങി. പക്ഷേ അതെത്ര പേര് വായിക്കുന്നു എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ നമ്മുടെ പൊതുസമൂഹം മുഖ്യധാര ഇതിനകത്തു നിന്നൊക്കെ തെന്നിമാറി ഇറങ്ങി വളരെ പരിമിതമായ ബോധ്യങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ക്ലൈമറ്റ് ചേഞ്ച് ഈസ് സംബഡി വിൽ സോൾവ് ഇറ്റ്, അർബനൈസേഷൻ അതാണ് നമുക്ക് വേണ്ടത്, ഇനി നമുക്ക് സിംഗപ്പൂർ ആക്കണം, അല്ലെങ്കിൽ കേരളം മൊത്തം സിംഗപ്പൂർ ആക്കണം. ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ യാതൊരു അറിവുമില്ലാതെ, ശാസ്ത്രബോധമില്ലാതെ, ഞാൻ പറയട്ടെ, മാർക്സ് എങ്ങനെയാണ് ഈ മാർക്സിസം എഴുതിയതെന്ന് അത് പറഞ്ഞ് അവസാനിപ്പിക്കുക. കാരണം ഈ മാർക്സിസം എന്താണ്? ഈ മാർക്സിസം എന്ന് പറയുന്ന സാധനം മാർക്സിനെ നന്നായി വായിച്ചിട്ടുള്ളവർക്കറിയാം. അന്ന് മാർക്സിൻ്റെ കാലത്തെ ഏറ്റവും പുതിയ ശാസ്ത്രീയ പഠനങ്ങൾ, ലീബിഗിനെ പോലുള്ളവരുടെ ഏറ്റവും പുതിയ ശാസ്ത്രീയ പഠനങ്ങൾ പഠിച്ചിട്ട് തൻ്റെ സാമ്പത്തിക ശാസ്ത്ര വിജ്ഞാനവും അതുമായി വിളക്കി ചേർത്താണ് മാർക്സ് തൻ്റെ സിദ്ധാന്തങ്ങൾ മെനഞ്ഞത്. അപ്പോൾ ഒരു മാർക്സിസ്റ്റിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഒബ്ജക്റ്റീവ് അനാലിസിസ് ഓഫ് ഒബ്ജക്റ്റീവ് റിയാലിറ്റി, വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളുടെ വസ്തുനിഷ്ഠ വിശകലനം, അത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ ഏറ്റവും വലിയ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമാണ് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനം. അത് കണക്കിലെടുക്കാതെയുള്ള ഏത് വികസന ചിന്തയും നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുള്ളൂ. പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഓർഗനൈസേഴ്സിന് ചോദ്യം ചോദിക്കാൻ സമ്മതിക്കുമെങ്കിൽ ഞാൻ ഉത്തരം പറയാം. സമസ്ത ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് കാലാവസ്ഥാ വ്യതിയാനം. കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യരാശിയുടെ ഭാവിയും എന്ന വിഷയത്തിൽ ലളിതവും വസ്തുതാപരവും ശാസ്ത്രീയവുമായ അറിവ് പകർന്ന് പ്രഭാഷണം നടത്തിയ ശ്രീ G. മധുസൂദനൻ സാറിന് ഏറെ ബഹുമാനത്തോടെ നന്ദി പറയുന്നു. ഒപ്പം ശ്രോതാക്കളായ സദസ്സിനും നന്ദി.